നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു വചനം നമുക്കെടുക്കാം. ഉത്തമ ഗീതം അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 2:2 എടുക്കാം. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എൻ്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകം പോലെ യൗവനക്കാരുടെ ഇടയിൽ എൻ്റെ പ്രിയൻ ഇരിക്കുന്നു. അതിൻ്റെ നിഴലിൽ ഞാൻ അതിമോദത്തോടെ ഇരുന്ന് അതിൻ്റെ പഴം എൻ്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാം, ഉത്തമ ഗീതം എന്ന് പറയുന്ന പുസ്തകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട എല്ലാ ബൈബിളിനകത്തുള്ള സകല പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അതിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എങ്ങനെ നോക്കിയാൽ ഇത് ഒരു വ്യക്തി, ഒരാളാണ് ഇത് എഴുതിയതെന്നേ നമുക്ക് തോന്നുന്നുള്ളൂ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വ്യക്തി എഴുതിയതുപോലെ തോന്നും. ഹല്ലേലൂയ. ഇതിൽ ഒന്ന് പോലും കളയാനില്ല. കളയുന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ. ഒരുപാട് പേര് പലതും എടുത്ത് കളയുന്നവരാണ്. ഇത് വേണ്ട അത് വേണ്ട എന്ന് പറയുന്ന ദുരുപദേശങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഏതെങ്കിലും ഒന്ന് കളയണം അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആത്മാവ് ഒരിക്കലും ഇതിനകത്ത് ചേർക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ടത് കൊണ്ട് മനുഷ്യരെഴുതിയതാണെങ്കിലും മനുഷ്യനെ കൊണ്ടെഴുതിപ്പിച്ചതാണെങ്കിലും പല മേഖലകൾ, പല തൊഴിലുകളും, പലതരത്തിലുള്ള കൾച്ചറുകളിലും പല കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ടതാണെങ്കിലും നമ്മളെടുത്ത് നോക്കുമ്പോൾ ഒറ്റ ദിവസം ഒരാൾ ഇതെഴുതി തീരുന്നവരെ അയാൾ തന്നെ ഇങ്ങനെ വെളിപ്പാട് കിട്ടി എഴുതിയതുപോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നിനൊന്ന് സംബന്ധിച്ച് ബന്ധപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ളതല്ലാതെ ഒന്നും എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. അത്രയും അനുഗ്രഹിക്കപ്പെട്ടതാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. ഈ ബൈബിള് എടുത്തുകൊണ്ട് നടക്കാൻ നമ്മളെ ദൈവം വിളിച്ചതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കാരണം ഇത് കയ്യിലെടുത്തവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എടുക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആലയത്തിൽ വരുമ്പോൾ ബൈബിള് കൊണ്ടുവരുവാൻ ഒരു നാണം അല്ലെങ്കിൽ ഒരു ഭാരം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മാനസാന്തരം വളരെയധികം സംശയിക്കപ്പെടേണ്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പരിശോധിക്കണം നമ്മുടെ ആത്മീയ ജീവിതത്തെ വ്യക്തമായി. നമ്മൾ പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നാൾ കഴിയുന്തോറും മുന്നോട്ട് നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകണം. പലപ്പോഴും പലരെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം അവരെ കാണുമ്പോൾ തന്നെ അറിയാം വളരെ ആത്മീകമായി അകത്ത് സംഭവമൊന്നുമില്ല. വെളിയിൽ ശരീരമൊക്കെ വണ്ണം വെച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ അകത്തെ മനുഷ്യനൊക്കെ ചുക്കി ചുളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിമേ നല്ല ഡ്രസ്സ് ഇടുന്നു, വെളിമയുള്ള ആഹാരമൊക്കെ വൃത്തിയായിട്ട് കഴിക്കുന്നു, കൃത്യമായിട്ട് 3 അല്ല 4, 5 നേരം വെട്ടി വിഴുങ്ങാനൊന്നും ഒരു ഇതുമില്ല. പക്ഷേ ദൈവവചനം കേൾക്കാനും ശ്രദ്ധിച്ചിരിക്കാനൊന്നുമില്ല. നമ്മൾ ദൈവം വേർതിരിച്ച് വിളിച്ച സമയത്ത് നമുക്കൊരു വലിയ ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ ശുശ്രൂഷകളേക്കാൾ നിങ്ങളിവിടെ ചെയ്യുന്ന, ഇപ്പോൾ കസേര ഇടുന്നവരായിരിക്കാം, കീബോർഡ് വായിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾ ദൈവസഭയിൽ വേണ്ടി ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ആത്മീയത കളഞ്ഞു കുളിച്ചിട്ടായിരിക്കരുത് ഇതൊക്കെ ചെയ്യുന്നത്. പേഴ്സണലായിട്ട് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധത്തിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വ്യക്തിപരമായി നിങ്ങൾ വളരുന്നതിനനുസരിച്ച് ആയിരിക്കണം നിങ്ങൾ മറ്റുള്ള ശുശ്രൂഷ, ഈ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷകൾ. ഈ ശുശ്രൂഷയേക്കാൾ വലുതാണ് നിങ്ങളും ദൈവമായിട്ടുള്ള ബന്ധം. പലരും ഇന്ന് പ്രവൃത്തിയിലാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, സഭയിൽ ഞാൻ ഇന്ന സംഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഭയങ്കര ബിസിയാണ്, പ്രാർത്ഥിക്കാൻ സമയമില്ല, പിന്നെ രാത്രി പ്രാർത്ഥന വെച്ച് കഴിഞ്ഞാൽ അവരെ കാണത്തില്ല. അവർ വർക്കിലാണ്, വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാർ. വർക്ക് പിന്നെ എപ്പോഴും വർക്കിലാണ് നമ്മൾ. ഈ വർക്ക് നിന്നെ രക്ഷിക്കില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യമായി നിന്നെ രക്ഷിക്കും, നീയും ദൈവമായിട്ടുള്ള ബന്ധത്തിനകത്ത് നിന്ന് വേണം നീ വർക്ക് ചെയ്യാൻ. നിന്റെ ദൈവമായിട്ടുള്ള ബന്ധം മാത്രമേ നിനക്ക് നിന്റെ ലൈഫിൽ ഒരു ആപത്ത് വന്നാൽ, ഒരു വിഷയം വന്നാൽ ഈ ദൈവമേ ഉള്ളൂ. നീ വർക്ക് ചെയ്യും, വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം നിനക്കൊരു വിഷയം വരുമ്പോൾ ചിലപ്പോൾ സഭക്കാരും കാണൂല, പാഷന്മാരും കാണൂല, ആരും കാണൂല. അന്ന് ദൈവം മാത്രമേ നിനക്ക് കാണൂ. അത് ഓർക്കണം. അപ്പോൾ നമ്മൾ ദൈവത്തെ ആ നിമിഷം, അയ്യോ എൻ്റെ ദൈവമല്ല ആരുമില്ല, എൻ്റെ സഭയിൽ ഇത്രയും നാളെ ഞാൻ നടന്ന് രാവും പകലുമില്ല സഭയ്ക്ക് വേണ്ടി ഓടിയിട്ട്
ഞാൻ അസുഖമായിട്ട് കിടന്നപ്പോൾ സഭയിൽ നിന്ന് ഒറ്റ മനുഷ്യൻ പോലും കാണാൻ വന്നില്ല. ഇതെല്ലാം ഉണ്ടാവും. ആരും നിൻ്റെ അടുത്ത് വരില്ല, ആരും കാണാൻ പോലും വരില്ല, ആരും മൈൻഡ് പോലും ചെയ്യൂല. പക്ഷെ അന്ന് അയ്യം വിളിക്കുമ്പോൾ ദൈവം ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹാലെ. അപ്പോൾ നമ്മൾ വർക്കാണ്. ഞാൻ ഭയങ്കര സഭയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നീ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. പക്ഷേ നിൻ്റെ കർത്താവിനെ വിട്ടൊരു പരിപാടി നിൻ്റെ ലൈഫിൽ ഉണ്ടാവരുത്. നീ ഓരോ നാൾ കഴിയുമ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കണം. പ്രാർത്ഥനയിലും ആരാധനയിലും ഫാസ്റ്റിങ്ങിലും നമ്മുടെ ആത്മീക മനുഷ്യനെ, അകത്തെ മനുഷ്യൻ, അതാണ് വചനം പറയുന്നത്, നിൻ്റെ അകത്തെ മനുഷ്യനെ നീ ബലപ്പെടണം. നിൻ്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷീണിക്കുന്നത്, ഫാസ്റ്റിങ്ങിലിരിക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. അതിന് കാരണം പുറമേ ഉള്ളവന് കിട്ടേണ്ടത് കിട്ടാതാകുമ്പോൾ ക്ഷീണിക്കുന്നു. പക്ഷേ നിൻ്റെ മുഖം വലിയ പ്രകാശമായിരിക്കും. കാരണം അകത്തെ മനുഷ്യൻ ഭയങ്കര ബലപ്പെടും. ദൈവമക്കൾ ജീവിക്കുന്നത് അകത്തെ മനുഷ്യൻ്റെ ബലത്തിലാണ്. ഹല്ലേലൂയ. ജഡീകന്മാർ ജീവിക്കുന്നത് പുറമേയുള്ള മനുഷ്യൻ്റെ ബലത്തിലാണ്. നിങ്ങൾ ഏത് ബലത്തിൽ ജീവിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പം ഇന്ന് നമ്മൾ കേട്ട വചനത്തിൻ്റെ അകത്ത് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഈ ശലോമൻ എന്ന് പറയുന്ന ജ്ഞാനമുള്ളവനും, ജ്ഞാനം ചോദിച്ചപ്പോൾ സമ്പത്തും കൂടെ കൊടുത്തു. ഈ സമ്പത്തുള്ള ജ്ഞാനമുള്ള ഈ വ്യക്തി ലോകത്തിൽ ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും വലിയ പണക്കാരനായി മാറി, ഭയങ്കര സമ്പന്നനായി മാറി. സമ്പന്നം മാത്രമല്ല, അദ്ദേഹം എഴുതിയ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങൾ ഇഷ്ടം പോലെയാണ്. അതിൽ വളരെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാലും ആ എഴുതിയ നമുക്ക് കിട്ടിയത് തന്നെ ഭയങ്കര സംഭവമാണ്. ഹല്ലേലൂയ. പക്ഷേ ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം ഈ ലോകത്ത് നമ്മൾ ഇന്ന് പ്രസംഗിക്കാൻ പോകുന്ന അദ്ദേഹം എഴുതിയ വചനമാണ്. അദ്ദേഹം എഴുതിയതാണ് പിന്നെ സദൃശവാക്യങ്ങൾ, ഉത്തമഗീതങ്ങൾ, സഭാപ്രസംഗം, ഇതെല്ലാം എഴുതി. ഇതൊക്കെ വായിച്ച് നമ്മളൊക്കെ ബലപ്പെടുകയാണ്. എന്നാൽ എഴുതിയ ആൾ എന്ത് ചെയ്യുന്നറിയാമോ? വീണുപോയി. പ്രൈസ് ദി ലോർഡ്. ഇത്രയും വലിയ ജ്ഞാനമുള്ള എഴുതിയ ആള് എന്ത് ചെയ്തു? വീണുപോയി. അപ്പോൾ നമ്മൾ പുസ്തകം എഴുതിയിട്ടോ പ്രസംഗിച്ചിട്ടോ നമ്മൾ കേട്ടോണ്ടിരുന്നിട്ടോ ഒരുപാട് അറിവുണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഏറ്റവും വേണ്ടത് ക്യാരക്ടറാണ്. എന്താണ്? അപ്പോൾ നമുക്ക് ശുശ്രൂഷയുണ്ട്, പ്രവചനമുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്ന പരിപാടിയുണ്ട്, നമുക്ക് പല ശുശ്രൂഷകളുമുണ്ട്. ഞാൻ വലിയ ശുശ്രൂഷകനാണ്, ഭയങ്കര കൃപാവരപ്രാപ്തനാണ്. ഞാൻ നിത്യതയിലെത്തുമെന്ന് വല്ല ഇതുണ്ടോ? ഹല്ലേലൂയ. നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത് നമ്മുടെ ക്യാരക്ടറാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന ഫലങ്ങളാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. അപ്പോൾ ശലോമോന് ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫലമില്ലാതായി പോയി. തൻ്റെ ഭാര്യമാർ പറഞ്ഞത് കേട്ട അവസാനം എന്ത് ചെയ്തു? ഇത്രയും ജ്ഞാനമുള്ള ആള് നേരെ വിഗ്രഹങ്ങളെ ആരാധിച്ച് വീണ് തകർന്നു പോയി. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന കുറേ അറിവും കുറേ പിന്നെ വായിച്ചറിവും അല്ലെങ്കിൽ കുറേ ഇൻ്റർനെറ്റിനകത്ത് കയറിയുള്ള കുറേ നോളജുകളൊക്കെ പ്രാപിച്ച് അല്ലെങ്കിൽ ഭാഷന്മാരുടെ കുറേ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് അടിച്ച് വിടുന്നത് കാണാം. ചില സമയത്ത് വലിയ വലിയ ദേവദാസന്മാരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് ഞാൻ ലൈക്ക് അടിച്ച് വിടുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലൈഫിൽ ജീവിതത്തിലില്ല. കുറേ അറിവ് നമ്മുടെ അകത്തുണ്ട്. ഈ അറിവ് നമ്മളെ രക്ഷിക്കുന്നില്ല. ദൈവമക്കളെ, ഇന്ന് പകൽ വെളിപ്പാടാണ് നിന്നെ രക്ഷിക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്ത് പഠിച്ചു വച്ചിരിക്കുന്നതുമായ അറിവുകളൊന്നും അല്ല നിന്നെ വിടുവിക്കുന്നത്. ഒരു ദൈവ മനുഷ്യൻ ജീവിക്കേണ്ടത് വെളിപ്പാടിലാണ്. പരിശുദ്ധാത്മാവ് നിനക്ക് തരുന്ന വെളിപ്പാടുകളിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ എങ്ങനെ ജീവിക്കണം? ഓരോ വ്യക്തിയെ ദൈവം വിളിച്ച് വേർതിരിച്ച് അവന് ദൈവം ഒരു വെളിപ്പാട് കൊടുക്കും. ആ വെളിപ്പാടുകളിലാണ് ഒരു ആത്മീകൻ ജീവിക്കേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം ജ്ഞാനമുള്ള ഈ ശലോമോൻ അവിടെ എഴുതി വച്ചിരിക്കുന്നത് ഒരു ഇടയ കന്യകയായ ശൂലേംകാരത്തിയായ ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു ഇടയ ബാലകനായ ഒരു വ്യക്തിയുടെ പ്രണയം, ആ സ്ത്രീയോടുള്ള പെൺകുട്ടിയോടുള്ള പ്രണയം. എന്നാൽ ഇതിനിടയിൽ ഒരു രാജാവ് വരുന്നു. ആ രാജാവിന് ഈ പെൺകുട്ടിയെ ആവശ്യമുണ്ട്. അവൾക്ക് ഈ രാജാവിന് ഈ പെൺകുട്ടിയെ രാജകൊട്ടാരത്തിൽ കൊണ്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ രാജകൊട്ടാരത്തിനകത്തുള്ള പിന്നെ പല അന്തഃപുരത്തിനകത്തുള്ള കന്യകമാരെല്ലാം ഇവളെ ഒരു കാര്യങ്ങൾ പറയുന്നു. ഇവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. ആ രാജാവ് ഇവളെ വശീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇടയ ബാലകൻ്റെ ഒരു റിയൽ പ്രണയം, ഈ സ്ത്രീയോടുള്ള പ്രണയം, അതാണ് ഈ കാവ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അവിടെ ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒന്നുകൂടെ വായിക്കാൻ. 2:2. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ, ഒരു താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. മുള്ളുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു താമര. ഹല്ലേലൂയ. സ്തോത്രം. ഇത് ദൈവസഭയെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ഈ സഭയാകുന്ന നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സഭയിലെ മെമ്പേഴ്സാണ്.
നമ്മളെല്ലാം സഭകളാണ്, ഓരോരുത്തരും ഓരോ സഭയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണ്, ഒരു സഭയാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു ബിൽഡിംഗ് അല്ല സഭ, ഒരു വ്യക്തിയാണ് സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില മുള്ളുകളുണ്ട്. പറഞ്ഞാട്ടെ, ചില മുള്ളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന, നമ്മുടെ വ്യക്തിപരമായ വളർച്ചകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു വിശുദ്ധ കന്യകയുടെ സഭയുടെ ഇതിന് തടസ്സമായി നിൽക്കുന്ന ചില മുള്ളുകളുണ്ട്. ആ മുള്ളുകളെ തിരിച്ചറിയുമ്പോഴാണ് ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര അടുത്തിന് പറഞ്ഞാട്ടെ, മുള്ളുകളെ തിരിച്ചറിയണം. മുള്ളുകൾ, നിന്റെ വളർച്ചയെ തടസ്സമായി നിൽക്കുന്ന ചില മുള്ളുകളുണ്ട്. ഈ മുള്ളുകളെ തിരിച്ചറിയണം. താമരയാണ്, നമ്മളെല്ലാം താമരയാണ്. താമര നിൽക്കുന്നത് എവിടെയാണ്? ഒന്ന് മുള്ളുകളുടെ ഇടയിലാണ്, രണ്ട് ചെളിയിലും കൂടെയാണ്. ഹല്ലേലൂയ. താമര നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷെ ഇന്ന് വരെയെങ്കിലും താമര നിങ്ങൾ പറിച്ചിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഈ താമരയിൽ ഒരു ചെളിയെങ്കിലും ഉണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താമര നിൽക്കുന്നത് ചെളിയിലാണ്, മുള്ളിൻ്റെ ഇടയിലാണ്. പക്ഷേ വളരെ മൃദുവായ ദളങ്ങളോടുകൂടി മനോഹരമായ രീതിയിൽ ദൈവം താമരയെ ചമയിച്ചു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അത് മനുഷ്യൻ്റെ കരങ്ങളിൽ എത്തുമ്പോഴും അതിൽ ചെളിയില്ല, അതിൽ പോറലില്ല, ചുളുക്കമില്ല, കറയില്ല, ഒന്നുമില്ല. ഈ കറയും ചുളുക്കവും പോറലും മുറിവും അല്ലെങ്കിൽ ചെളിയും പറ്റാവുന്ന സാഹചര്യത്തിലാണ് താമര വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് വളരുന്നതും നിൽക്കുന്നതും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, താമരയെ നോക്കുമ്പോൾ ഒരു ചുളുക്കവും ഇല്ല, ഒരു ചെളിയുമില്ല, ഒരു മുറിവുമില്ല. അതിമനോഹരമായി ഏത് മനുഷ്യനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ താമര വളരുകയാണ്. നമ്മളെല്ലാവരെയും കുറിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ്. ഇന്ന് ഇതിനകത്ത് വരെ ദൈവത്തിൻ്റെ ജനമാകുന്ന, ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകമാകുന്ന ചെളിക്കകത്ത്, ഈ ലോകം പിശാചിൻ്റെ പിടിയിൽ കിടക്കുകയാണ്. പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, സ്തോത്രം, ചെളിക്കകത്ത് കിടക്കുന്ന നമ്മൾ ആദ്യ കാലഘട്ടങ്ങളെക്കാൾ ഉപരിയായി ഇന്ന് കഞ്ചാവും മയക്കുമരുന്നും കൊള്ളയും കൊലപാതകങ്ങളും ക്രൂരതകളും അതിഭയങ്കര മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ട് കൊല്ലും കൊലയുമായിട്ട് മനുഷ്യത്വരഹിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കാർക്കും ഒരു സുരക്ഷിതത്വം ഇല്ല. ഒരു പോലീസുകാർക്ക് പോലും, അതിൻ്റെ നിയമപാലകർക്ക് പോലും നമ്മെ വിടുവിക്കാൻ സാധിക്കരുത്. നമ്മളൊരു വിഷയമായിട്ട് ചെന്നാൽ പണം വാങ്ങിച്ചുകൊണ്ട് വേണമെങ്കിൽ നമ്മളെ പിടിച്ച് പ്രതിയാക്കി അകത്തിടും. ഹല്ലേലൂയ. അപ്പോൾ അധികാരികളിൽ നിന്ന് നമുക്ക് നീതി കിട്ടത്തില്ല. ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് നീതി കിട്ടുമോ? ഒട്ടുമില്ല എന്ന് ലോകം തെളിയിച്ചുകൊണ്ട് ഒരു നീതിയും ഇല്ല. അവരവരെ നീതി അനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു നീതിയില്ല, ഒരു നിയമപാലകരും നമുക്ക് അനുകൂലമല്ല, ഒരു സാഹചര്യങ്ങളും നമ്മളെ വളർച്ചയ്ക്ക് പറ്റിയതല്ല. പക്ഷേ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മൾ ജീവിക്കേണ്ടതിനാണ് ദൈവത്തിൽ ആശ്രയിച്ചേ പറ്റൂ. ഈ ദൈവാശ്രയം ഇല്ലാത്തവർക്ക് ആർക്കും ഇനി മുന്നോട്ട് ജീവിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ്. ഓൾറെഡി അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കും. ഓരോന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളിൽ ദൈവത്തിൽ ആശ്രയമുള്ളവർ മാത്രമേ ഈ വർഷം കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. ഇനി അടുത്ത് വരുന്ന ഇതിനേക്കാൾ വലിയ പ്രതികൂലമാണ്. അവിടെ നിൽക്കണമെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ ദൈവാശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവാശ്രയം ഇല്ലാത്തവന് ജീവിക്കാൻ. അപ്പോൾ ചെളിയാകുന്ന ഈ ലോകത്തിൻ്റെ പാപവും ശാപവും നിറഞ്ഞ ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ ഒരു താമര പോലെ വളരാൻ, വർദ്ധിക്കാൻ, മനോഹരമാക്കാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വളർച്ചയ്ക്കും നമ്മുടെ വിശാലതയ്ക്കും നമ്മുടെ വർധനവിനും തടസ്സമായി ചില മുള്ളുകളാണ് ഉള്ളത്. ആ മുള്ളുകൾ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാകുന്ന നമ്മുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില മുള്ളുകൾ എന്താണ്? നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായം 7 അതിൻ്റെ 22 എന്ന് വായിക്കാം. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവർ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില മുള്ളുകൾ. ഹല്ലേലൂയ. ഈ മുള്ളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഈ ദൈവത്തിൻ്റെ വചനം എന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് വീഴുമ്പോഴാണ് ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടാകുന്നത്. വേറൊരു വഴിയില്ല വളരാൻ. നമ്മളെല്ലാവർക്കും വളരാൻ ആത്മീക ആഹാരം എന്ന് പറയുന്ന വചനമാണ്. ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് വീണ്
അതങ്ങോട്ട് വളരാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതവും വളർച്ച പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഇത് വീഴുന്നത് മുള്ളിൻ്റെ ഇടയിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് വിത്ത് ഇവിടെയൊക്കെ വീഴുന്നത്, നല്ല നിലത്ത് വീഴുന്ന വിത്ത്, മുള്ളിനിടയിൽ വീഴുന്ന വിത്ത്, പാറപ്പുറത്ത് വീഴുന്ന വിത്ത്, വഴിയരികിൽ വീഴുന്ന വിത്ത്, ഇങ്ങനെ പലതരത്തിൽ വിത്തുകൾ പല സ്ഥലങ്ങളിൽ വീഴുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിത്തുകൾ വീഴുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഈ വിത്തിനല്ല പ്രശ്നം. ഹല്ലേലൂയ. വിത്ത് വിതയ്ക്കുന്നവനാണ് പ്രശ്നം. ഹല്ലേലൂയ. കാരണം വിത്ത് വിതയ്ക്കുന്നത് ആളല്ലേ കൊണ്ടുവന്ന് പാറപ്പുറത്ത് വിതയ്ക്കുന്നത്. വിത്ത് കൊണ്ടുവന്ന് നേരെ വിതയ്ക്കുന്നത് പാറപ്പുറത്തോ വഴിയരികിലോ ഒക്കെ വിതച്ചാൽ ആ വിതയ്ക്കുന്ന വിത്ത് അവിടെ കിടന്ന് നശിക്കും. അപ്പോൾ വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യണം? നല്ല നിലത്ത് വിതയ്ക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളാണ് ആ വിത്ത്, ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തെ നല്ല നിലമാകുന്ന രീതിയിലാക്കി വേണം നമ്മളത് വിതയ്ക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ, നല്ല നിലമാണെങ്കിൽ ആ വിത്ത് അവിടെ വീഴും, 100 മേനിയായിട്ട് എന്ത് ചെയ്യും? അത് ഫലം കായ്ക്കാനിടയാകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ചിലത് വഴിയരികിൽ വീഴുന്നു. വചനം പറയുന്നു വഴിയരികിൽ വീഴുന്നു. അവിടെ എന്ത് സംഭവിക്കും? പറവകൾ വന്ന് എന്ത് ചെയ്യും? വഴിയരികിൽ വീണതിനെ ചവിട്ടിക്കളയും. ചിലതിനെ ചവിട്ടിക്കളയും, ചിലതിനെ പറവകൾ വന്നെല്ലാം കൊത്തി പറക്കിക്കൊണ്ടങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചിലത് പാറപ്പുറത്ത് വീഴും. അത് അതിഭയങ്കരമായ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അത് വാടിപ്പോകുവാനിടയാകും. ചിലത് ഹല്ലേലൂയ എവിടെ വീഴും? മുള്ളിനിടയിൽ വീഴും. മുള്ളതിനെ ഞെരുക്കുമ്പോൾ അത് ഇല്ലാതായി മാറുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് പകല് നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇതുപോലെയാണ്. പല മേഖലകളിൽ നിന്നുള്ള ഞെരുക്കുന്ന അനുഭവങ്ങൾ, ചൂടേറ്റ് വാടിപ്പോകുന്ന അനുഭവങ്ങൾ, മറ്റ് പലതും പറന്ന് വന്ന് കൊത്തിയെടുത്തുകൊണ്ട് പോകുന്ന അനുഭവങ്ങൾ, ചവിട്ടിക്കളയുന്ന അനുഭവങ്ങളിൽ പലപ്പോഴും അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളോളം നമ്മൾ സഭകളിൽ ചെന്നിരുന്നാലും നമ്മുടെ ക്യാരക്ടർ ചേഞ്ച് ആകുന്നില്ല, നമ്മുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടാകുന്നില്ല. നമ്മൾ ഓരോ നാൾ കഴിയുമ്പോഴും കഴിഞ്ഞ കാലഘട്ടങ്ങളേക്കാൾ ഉപരിയായി കുറച്ചുകൂടെ നമ്മുടെ ജീവിതത്തിലെ ക്യാരക്ടറുകൾക്ക് വ്യത്യാസമുണ്ടായി. ഒന്നുകൂടെ ക്ഷമിക്കാനും, ഒന്നുകൂടെ പൊറുക്കാനും, ഒന്നുകൂടെ സ്നേഹിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരു സമയം വരുമ്പോഴാണ് നമുക്ക് വചനം നിലത്ത്, നല്ല നിലത്ത് വീണുകൊണ്ടിരിക്കുന്നു. വന്നതുപോലെയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്, ഒരു വളർച്ചയുണ്ട്, വിശാലത. എന്താണ് ഈ വളർച്ച? നമ്മൾ അനുഗ്രഹം ഒരു വീട് വാങ്ങിക്കുന്നതല്ല, സ്ഥലം വാങ്ങിക്കുന്നതല്ല, നമ്മളൊരു കാർ വാങ്ങിക്കുന്നതല്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് നമ്മുടെ ക്രിസ്തീയ വളർച്ച എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന, നമ്മൾ പ്രസംഗിക്കുന്നതല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ആത്മീക ശുശ്രൂഷ ചെയ്യുന്നതല്ല നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരിയായി ഞാൻ കർത്താവിനെ രക്ഷിതായി സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ പ്രാകൃതമായ സ്വഭാവം, ആ ജഡീകമായ സ്വഭാവത്തിൽ നിന്നും ഇന്ന് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ എത്രത്തോളം വളരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഫലം കണ്ട് എന്തറിയാം? പ്രൈസ്, എല്ലാവരും അടുത്തിന് പറഞ്ഞ ഫലം കണ്ടറിയാം വളർച്ച. ഹല്ലേലൂയ. നമ്മൾ വളർച്ച എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? കഴിഞ്ഞ ദിവസം വന്നു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വീട് കിട്ടി. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മുഴ മാറി, അല്ലെങ്കിൽ തലവേദന മാറി, ക്യാൻസർ മാറി. ഇതൊന്നും ഒരു വളർച്ചയെന്നല്ല പറയുന്നത്. അതൊക്കെ ദൈവത്തിൻ്റെ ക്യാരക്ടറിൻ്റെ നിന്ന് വരുന്നതാണ്. ദൈവം ഇവിടെ ഉണ്ടോ, യേശു ഇവിടെ ഉണ്ടോ, അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഹീലിംഗ് നടക്കും. രോഗസൗഖ്യം എന്ന് പറയുന്നത് യേശു ഉള്ളിടത്ത് നടക്കും. ഭൂതങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് ദൈവത്തിൻ്റെ നാമം ഇവിടെ ഉയർത്തപ്പെടുന്നുവോ, അത് ഏത് കൊച്ചു പയ്യൻ നിന്ന് മൈക്കെടുത്ത് യേശുവിൻ്റെ നാമം പറഞ്ഞാലും പിശാച് ഇളവും. രക്ഷിക്കപ്പെടാത്തവൻ പോലും വിശ്വാസമുണ്ട്, ധൈര്യം ഉണ്ടെങ്കിൽ അവൻ യേശുവിൻ്റെ നാമം പറഞ്ഞാൽ ഭൂതം ഇളവും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് പറയുന്നവൻ്റെ മിടുക്കല്ല, നാമത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ശുശ്രൂഷകളെ വെച്ചാണ് ഇവൻ ഭയങ്കര അഭിഷിക്തനായി, ശുശ്രൂഷകനായ ആത്മാവ്. പക്ഷേ ആ ശുശ്രൂഷ എന്ന് പറയുന്നത് യേശുവിൻ്റെ നാമത്തിലായതുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ഏത് വ്യക്തി എഴുന്നേറ്റ് ധൈര്യത്തോടെ പറഞ്ഞാലും പനി മാറും, രോഗം മാറും, ഭൂതം മാറും. പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കാത്തത്. നീ കൽപ്പിച്ചാൽ എല്ലാം നടക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം പറയുന്നത്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും, മരണകരമായ ഏതൊന്ന് കുടിച്ചവർക്ക് ഹാനി വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു.
അവിടെ ഒരിക്കലും പറഞ്ഞിട്ടില്ല PhD എടുക്കുമ്പോൾ 25 വർഷം ഒരു ചർച്ചിലെ പാസ്റ്ററുടെ കീഴിൽ നിൽക്കുമ്പോൾ നിന്റെ കൂടെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, വിശ്വസിച്ചാൽ ഈ അത്ഭുതങ്ങളെ നടക്കും, രോഗികളെ സൗഖ്യമാക്കും, ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ, സ്തോത്രം. അത് ഏത് മനുഷ്യനും, അത് സ്ത്രീയാണെങ്കിലും അത് പുരുഷനാണെങ്കിലും ഏത് വാർദ്ധക്യത്തിലുള്ളവരാണെങ്കിലും ഏത് കൊച്ചു പിള്ളേരാണെങ്കിലും നീ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചാൽ അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതിന് യാതൊരു വിധത്തിലുള്ള ഇതും പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇത്ര വർഷം കഴിയണം, ഇത്രത്തോളം ഒരു പാസ്റ്ററുടെ കീഴിൽ ഇത്ര വർഷം 12 വർഷം ശിഷ്യനായിട്ട് നിൽക്കണം, ഇതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുന്നവരാൽ വിശ്വസിക്കുന്ന ആരുണ്ടോ അവരിലൂടെ ഈ അത്ഭുതങ്ങളൊക്കെ നടക്കും. ഹല്ലേലൂയ. യേശുവിന്റെ കൂടെ നടന്നപ്പോൾ ശിഷ്യന്മാര് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. അവര് തിരിച്ചു മടങ്ങി വരികയാണ്. അവർ പറഞ്ഞു, പാമ്പുകളും തേളുകളും ശത്രുവിന്റെ സകല ബലവും ഞങ്ങളുടെ കാൽ കീഴിലായി, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടി വന്നപ്പോൾ യേശു പറയുകയാണ്, ഞാൻ ആകാശത്ത് നിന്ന് മിന്നൽ പോലെ പാമ്പ് സർപ്പം വീഴുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ പോയപ്പോൾ ഇത് കണ്ടു, പക്ഷേ നിങ്ങൾ ഇതിലല്ല സന്തോഷിക്കേണ്ടത്. നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേര് നിത്യജീവനിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടു എങ്കിൽ അതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം സന്തോഷിക്കേണ്ടവരാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വീട്, സ്ഥലം. അയ്യോ ബ്രദറെ, പാസ്റ്ററെ, ഭയങ്കര സന്തോഷം, വർഷത്തിലൊരിക്കൽ ചാട്ടവും ഡൈവിങ്ങും ബഹളവും. എന്താണ്? അവരുടെ കുറേ പ്രാർത്ഥനയുടെ ലിസ്റ്റിൽ എഴുതി വെച്ചിരുന്ന കുറേ പ്രാർത്ഥന കാര്യങ്ങൾക്ക് വിടുതലുകൾ സംഭവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഈ ഭൂമിയിലുള്ള ഭൗതികമായ പല കാര്യങ്ങളിൽ വിടുതലുകൾ നടക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെന്നാണ്, നമ്മൾ നിത്യത കിട്ടാൻ പോകുന്നതാണ്. ഇല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നിത്യജീവന്റെ അവകാശികളായി നമ്മൾ തീരണമെങ്കിൽ ഇന്ന് പകൽക്കാലം വചനം പറയുന്നത് അതിനാണ് ഫലമുള്ളവരായി മാറണം. നിന്റെ ഫലം കായ്ക്കണമെങ്കിൽ നീ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽക്കാലം നിന്നെ ഞെരുക്കുന്ന മുള്ളുകളുടെ ഇടയിൽ വീഴാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 5 മുതൽ 8 വരെയും, ലൂക്കോസിന്റെ 8, 11, 15 വരെ ഒന്ന് വായിച്ചാട്ടെ. വഴിയരികിൽ വീണിട്ട് ചവിട്ടിപ്പോകുകയും വഴിയരികിൽ വീണിട്ട് ചവിട്ടിക്കളഞ്ഞ ദൈവവചനം കേൾക്കുന്ന പലരുണ്ട്. ഒരുപാട് പേര് വചനം കേൾക്കാൻ വരും, പ്രസംഗം കേൾക്കാൻ വരും. വളരെ നാളുകളായി ദൈവത്തിന്റെ സഭയിൽ കൂട്ടമായി ജനം വരുന്നു. പക്ഷേ കേൾക്കുന്ന വചനത്തെ സ്വീകരിക്കുന്നതിന് പകരം അവരുടെ ഇരിപ്പ് കണ്ടാൽ അറിയാം അവരത് ചവിട്ടിക്കളഞ്ഞിട്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സ്വീകരിക്കുന്നവനെ അറിയാം, ചവിട്ടിക്കളയുന്നവനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം സ്വീകരിക്കുന്നവന്റെ ഇരിപ്പ് കാണുമ്പോൾ അവൻ അനുഗ്രഹം പ്രാപിക്കാനാണ് വരുന്നത്. നമ്മൾ ഈ വലിയ ഇത്ര കോടിക്കണക്കിന് ജനങ്ങളാണ് ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ അല്ലെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2-3 ദിവസത്തിന് മുമ്പ് എന്നോട് ദൈവം പറഞ്ഞു, പല സഭകളെയും കാണിച്ചിട്ട് പറഞ്ഞു, അതിൽ 1-2 ഒക്കെ സ്വർഗത്തിൽ പോകും, 1-2 ഒക്കെ കാണുള്ളൂ നിത്യതയില്ലേ, ബാക്കി ഒന്നും ഇത് പോകാനല്ല. ഇതൊക്കെ വാദവും പിത്തവും കവവും ഒക്കെ മാറാൻ വേണ്ടി വരുന്ന ആൾക്കാരാ. കർത്താവുമായിട്ട് ബന്ധമുള്ളവർ വളരെ ചുരുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. വിടുതലുകൾക്ക് വേണ്ടി മാത്രം വേണ്ടി വരുന്നവർ, അവർക്ക് ദൈവത്തെ വേണ്ട. അതിന് കാരണം പണ്ട് കർത്താവ് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ പിന്നെ ജനം മുഴുവനും യേശുവിൻ്റെ പുറകെ ആയിരുന്നു. കാരണം എന്താണെന്ന് അപ്പം കിട്ടുമെന്ന് വിചാരിച്ച് എപ്പോഴും കൂട്ടമായി നന്നായിട്ട് വൃത്തിയായിട്ട് ഇപ്പം കിട്ടിയതിനേക്കാൾ കൂടുതൽ നല്ല ഫുഡ് കിട്ടുമെന്ന് പറഞ്ഞ ജനം കൂടുതലായിരുന്നു. പക്ഷേ കർത്താവ് ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ ആരുമില്ല, കർത്താവ് ഗെത്സമനേലായിരുന്നപ്പോൾ ആരുമില്ല, കർത്താവ് ക്രൂശ് ചുമന്നപ്പോൾ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം കൊടുക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കരമായിട്ട് പറയുന്നത് 5000 പേർക്ക്, പിന്നെ 4000 പേർക്ക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ 5000, 4000, 9000 പേര് എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. ക്രൂശിൽ കിടന്നപ്പോൾ എവിടെ പോയി? ഗെത്സമനേൽ എവിടെ പോയി? 3 പേരേ ഉള്ളൂ. ക്രൂശിന്റെ ചുവട്ടിൽ ഒരാളെ ഉള്ളൂ. 12 ശിഷ്യന്മാർ, 70 ശിഷ്യന്മാർ. കർത്താവ് തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് എത്ര പേരുണ്ടായിരുന്നു? പക്ഷേ ക്രൂശിന്റെ ചുവട്ടിൽ ആരുണ്ടായിരുന്നു? യേശു സ്നേഹിച്ച ഒറ്റ ശിഷ്യൻ മാത്രം. അപ്പൊ അതുകൊണ്ട് ആളിന്റെ പെരുപ്പത്തിലല്ല, ഹൃദയങ്ങളുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഒരു സഭയ്ക്കകത്ത് എത്ര 1000 പേര് കൂടിയെന്നല്ല, ആ കൂടിയ ജനത്തിന്റെ ഇടയിൽ ദൈവവചനത്തെ ചവിട്ടിക്കളയാത്ത ഒരുത്തനുണ്ടോ എന്ന്
ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. ഇത് സ്വീകരിച്ചാലേ വിടുതലുള്ളൂ. ഇത് വിശ്വസിക്കുന്നവനാണ് വിടുതല്. വചനം കേൾക്കുന്നവനല്ല, അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവനാണ് ഈ ദൈവവചന പ്രകാരമുള്ള അനുഗ്രഹം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അതിന് കുടം കൊണ്ടൊന്ന് കമർത്തി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ഒരു പൈപ്പിൻ്റെ മൂട്ടി കൊണ്ടുവന്ന് കുടം അങ്ങനെ വെച്ചിരിക്കുക, കുടത്തെ അങ്ങനെ കമത്തി അങ്ങ് വെച്ചിരിക്കുക. കമത്തി വെച്ചിട്ട് വെള്ളം അങ്ങനെ വിട്ടുകൊണ്ടിരുന്നാൽ ഇതിനകത്ത് വെള്ളം വീഴുമോ? ഇല്ല. അതുപോലെയാണ് പല ആൾക്കാരും സഭയിൽ വന്നിരിക്കുന്ന ആരൊക്കെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ടൊക്കെ വന്നു, വിടുതലുണ്ടാവും, സൗഖ്യം ഉണ്ടാകും, തലവേദന മാറും, കാലുവേദന മാറും, മുട്ടുവേദന മാറും എന്നൊക്കെ പറഞ്ഞ് വന്നതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ ഇരിപ്പ് കണ്ടാൽ അറിയാം കുടം കമഴ്ത്തി വെച്ചിട്ടായിരിക്കുന്നത്. അത് നിറയാനിരിക്കുന്നതല്ല, പ്രാപിക്കാനിരിക്കുന്നതല്ല, ഇത് ചവിട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകല് നമ്മൾ അത് അങ്ങനെ വന്നിരിക്കുന്നതിനേക്കാളും നമ്മൾ പഴയതുപോലെ നമ്മൾ ജീവിച്ചങ്ങ് പോകുന്ന നല്ലത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പഴയതുപോലെ ജീവിക്കുന്ന നല്ലത്. പണ്ടത്തെ ജീവിതമാണ് നമുക്ക് നല്ലത്. നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചു എങ്കിൽ നമ്മൾ 100% സ്വീകരിക്കാൻ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ, മോഹത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വന്നിരുന്നാലേ അതിന് കാര്യമുള്ളൂ. അത് നമ്മൾ റിസീവിങ് മെന്റാലിറ്റി നമുക്കുണ്ടാകണം. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി വരണം. ഈ വചനം ചവിട്ടിക്കളയാനുള്ളതല്ല. ഇതെന്റെ ജീവിതം, എന്നെ നിത്യതയിലെത്തിക്കുന്നതാണ്. എന്നെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണിക്കുവാൻ തക്കവണ്ണം എന്നെ മാറ്റുന്നതാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. ഇത് ചവിട്ടിക്കളയുന്നതല്ല. വായിച്ചോടുത്ത ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളയുകയും ചെയ്തു. ആകാശത്തിലെ പറവജാതി പൈശാചിക ശക്തികൾ എന്ത് ചെയ്യും? പലതരത്തിലും നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന് വീട് കിടക്കുന്ന ഈ നല്ല വിത്തുകൾ അകത്ത് കയറി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും ഈ ലോകത്തിന്റെ ചിന്തകളെല്ലാം നമ്മുടെ ഹൃദയം വരുന്നത്. നമുക്ക് ചിന്തിക്കാൻ 100 കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ വിശ്വാസത്തിന്റെ വചനം നിന്റെ അകത്ത് വന്നാലും നിനക്ക് ജഡീകമായ ചിന്തകളും സ്വഭാവങ്ങളും പലതരത്തിലും പല വ്യക്തികളുമായി, ദൈവഹിതമില്ലാത്ത വ്യക്തികളുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, ജഡീകന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ജാതികളുമായിട്ടുള്ള ബന്ധങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ ആ ബന്ധങ്ങളിലൂടെ നമ്മുടെ അകത്ത് കിടക്കുന്ന വിത്തിനെ അവരങ്ങ് കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രൈസ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇണയില്ലാ പിണ കൂടരുത്. ദൈവത്തിൻ്റെ മക്കൾ ഇണയില്ലാ പിണ കൂടരുത്. നിന്റെ ആത്മീക നിലവാരമുള്ള, നിന്നെ ആത്മീകമായി വർദ്ധിപ്പിക്കുന്ന, നിന്നെ താഴ്ത്തിക്കളയുന്ന, നിന്നെ ഇടിച്ചു കളയുന്ന, നിന്റെ ഉള്ള വിശ്വാസം കൊണ്ട് നശിപ്പിക്കുന്ന, ഒരുപക്ഷെ നീ ബലഹീനമായിരിക്കുമ്പോൾ, പിറുവിറുത്തോണ്ടിരിക്കുമ്പോൾ കൂടുതൽ നിന്നെ പിറുവിറുപ്പുണ്ടാക്കുന്ന, കൂടുതൽ സംശയത്തിലേക്ക് തള്ളിവിടുന്ന വ്യക്തികളുമായിട്ടുള്ള ബന്ധമല്ല നിനക്ക് വേണ്ടത്. നിന്റെ ബന്ധം നിന്റെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന, നീ തളർന്ന് തകർന്ന് പിറുപിറുത്ത് നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്മാറ്റ അവസ്ഥയിലായിരിക്കുമ്പോൾ വീണ്ടും നിന്നെ പിന്മാറ്റ അവസ്ഥയിൽ കൊണ്ടുപോകുന്ന വ്യക്തികളുമായിട്ടുള്ള നിന്റെ ബന്ധമാണ് നിന്നെ പലപ്പോഴും വാഗ്ദത്തത്തിനകത്തു നിന്ന് പുറത്ത് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് വചനം പറയുന്നത്, നീ ഇണയില്ലാ പിണ കൂടരുത്, നീ ജാതികളുമായി ഇടകലർന്ന് ജീവിക്കരുത്. ദൈവത്തിന്റെ വചനം കേട്ട നീ നിന്റെ ബന്ധുക്കളാകുന്ന ജാതികളായ ആൾക്കാരുടെ ഇടയിൽ ചെന്ന് കല്യാണത്തിനും മരണത്തിനും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ജാതികളായ കൂട്ടുകാരുമായിട്ട് കൂടുമ്പോൾ, അവര് നിന്റെ ഉള്ളിൽ നിന്ന് നീ അകത്ത് വെച്ചിരിക്കുന്ന നിധി പോലെ നല്ല പ്രഷ്യസായ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങൾ നിന്റെ ലൈഫിലെ ദിവ്യമായ ലൈഫ് ആക്കാൻ വേണ്ടി ദൈവം തന്ന സാധനത്തെ അവർ നശിപ്പിച്ച് കളയാനിടയാകും. ഹല്ലേലൂയ. അടുത്ത വചനം വായിച്ചു. മറ്റു ചിലത് പാറമേൽ വീണ്, മറ്റു ചിലത് പാറമേൽ വീണം മുളച്ച് നനവിൽ. പാറമേൽ വീഴുന്നതിന്റെ ഒരു പ്രത്യേകത, താഴോട്ട് പോകാൻ വേരില്ല. വേര് മുളയ്ക്കാൻ ഒരു സാധ്യതയില്ല, കാരണം പാറയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയത്തെ കഠിനമാക്കി, ഞാൻ മാനസാന്തരപ്പെടില്ല, ഞാൻ നന്നാവില്ല, ഞാൻ രക്ഷ പ്രാപിക്കട്ടെ, നീ ആര് വിചാരിച്ചാലും എൻ്റെ ചില പഠനങ്ങൾ, എൻ്റെ ചില കാര്യങ്ങളുണ്ട്, എൻ്റെ ചില തീരുമാനങ്ങളുണ്ട്, അതിനപ്പുറം ഞാൻ പോകത്തില്ല, പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നതേ ഉള്ളൂ, ഞാൻ വന്നിരുന്നിട്ട് ഞാനങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തിനാണ് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, യൂണിയൻകാരന്മാരുടെ ഇടയിൽ ചെന്നിരിക്കാം. ഹല്ലേലൂയ. ജംഗ്ഷനിൽ ചെന്നിരിക്കാം, മുറുക്കാൻ കടയിൽ ചെന്നിരിക്കാം, എവിടെയല്ല, തിയേറ്ററിൽ ചെന്നിരിക്കാം, ബാറിൽ ചെന്നിരിക്കാം. പറ്റിയ സ്ഥലങ്ങൾ എവിടെ കിടക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്ക് എന്തിനാണ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വരുന്നുവെങ്കിൽ വേര് മുളയ്ക്കാൻ തക്കവണ്ണം വരണം. നിന്റെ അകത്ത് നിന്ന് വേരിറങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം കേട്ട് അത് പാറ പോലെ നിന്റെ ഹൃദയം വെച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ ഒരു കാലത്തും നിന്റെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകത്തില്ല.
25, 30, 50 വർഷമായിട്ടും എവിടെ പോകുന്നു? ചർച്ചിൽ പോകുന്നു. എവിടെ പോകുന്നു? ചർച്ചിൽ പോകുന്നു. അയൽവാസികൾക്ക് പറയാനുണ്ട്, ഇവൻ ഇന്ന് വരെ ഗുണം പിടിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇവനെ കൊണ്ടൊരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഇവൻ്റെ വായിൽ നിന്ന് വരുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പഞ്ഞി വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കാതിലെ പഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എത്രയോ വിസിറ്റിങ്ങിന് പോകുമ്പോൾ പാഷന്മാരെ ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ട്, അയ്യോ പാഷയുടെ സഭയിലാണോ ഇവർ വരുന്നത്? കൊള്ളാം. എത്ര നാൾ കൊണ്ട് വരുന്നു? 5-6 വർഷം കൊണ്ട് വിശ്വാസിയാ. നാണക്കേടാവും പിന്നെ അവരെക്കുറിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ. കാരണം പാറ പോലത്തെ ഹൃദയവുമായി ഒട്ടകപ്പക്ഷിയുടെ മുട്ട പോലെയാണ് ഇവൻ്റെ ഹൃദയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. പൊട്ടാത്ത ഹൃദയം, തകരാത്ത ഹൃദയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലും മാനസാന്തരമില്ല. ഹൃദയം കഠിനമാക്കി ഫറവോന്റെ ഹൃദയം പോലെ വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഇതിനെ ചുറ്റുകൊള്ളുകൊണ്ട് പൊട്ടിച്ച് എടുക്കാനൊന്നും ഇവിടെ ആരില്ല. ഞങ്ങൾക്ക് അതിനൊന്നും സമയമില്ല. പ്രൈസ് ദി ലോർഡ്. സ്വയമായിട്ട് കർത്താവേ എൻ്റെ ഹൃദയം മെഴുകുപോലെ ഉരുക്കണമേ, എൻ്റെ ഉറക്കം ഒന്ന് മാറ്റണമേ. വീട്ടിൽ കിടന്ന് ഉറങ്ങി ഒരു മടിയനായി ഞാൻ ഉറങ്ങി ഒരു പരുവായി. ഇനിയെങ്കിലും ഞാൻ ഉത്സാഹിയായി മാറാൻ വേണ്ടി എൻ്റെ ദൈവം എന്നെ സഹായിക്കണമേ. നീ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. ഈ വചനം ഒന്ന് കേൾക്കാൻ, ഗ്രഹിക്കാൻ എൻ്റെ ചെവി ഒന്ന് തുറക്കണം, എൻ്റെ ഹൃദയം ഒന്ന് തുറക്കണം. എന്നെ ഒന്ന് നന്നാക്കി എടുക്കണം, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്നെ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ വാതുറന്നിരുന്ന് ഉറങ്ങാതിരിക്കാൻ എനിക്ക് കൃപ തരണമേ. കർത്താവ് വചനം കേൾക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മാനസാന്തരം എനിക്ക് തരണമേ എന്നൊക്കെ നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം രാവിലെ വരാൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അങ്ങനെ വന്നാലേ നമുക്കൊരു ഒരു ഫലം ഉണ്ടാവൂ. അല്ലെങ്കിൽ നമ്മൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാഷ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? നമ്മൾ ഒരു സൈഡിൽ 45 ഡിഗ്രി ചെരിഞ്ഞിരുന്ന് ഉറക്കം, കൂർക്കം വലി, അടുത്തിരിക്കുന്നവங்க എൻ്റെ കൂർക്കം വലി കേൾക്കുന്നു, അടുത്തിരിക്കുന്ന തട്ടി വിളിക്കേണ്ടി വരുന്നു. ചിലപ്പോൾ നമുക്ക് തന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തേണ്ടി വരുന്നു. എന്തെല്ലാം പാട്, എന്ത് കഷ്ടമാണെന്ന് നോക്കണം. മൊബൈൽ എടുത്തുകൊണ്ട് വരാൻ നമ്മൾ മറക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ നെടുമങ്ങാട് ചർച്ചിലുള്ള കുറേ എണ്ണം സിറ്റി ചർച്ചിൽ വന്നു. എല്ലാം കൈ വിശിഞ്ഞനെ ഒന്ന്. ഞാൻ അപ്പോഴേ നോക്കി, ഞാൻ കയറി പറഞ്ഞ ബൈബിൾ കൊണ്ടുവരാത്തവരെ എഴുന്നേക്കാൻ പറഞ്ഞു. ഒരു നാണവും മാനവും ഇല്ലാത്ത കുറേ എണ്ണം വന്നിങ്ങനെ ഒന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാനത് നോക്കി വെച്ചു. ഞാൻ അപ്പം ചിരിച്ചിട്ട് പറഞ്ഞു വരാൻ, കയറി ഇരിക്കാൻ പറഞ്ഞു. ഇതിൽ സ്റ്റേജിൽ കയറി ആദ്യം ഞാൻ പറഞ്ഞത് ബൈബിൾ കൊണ്ടുവരാത്തവർ എഴുന്നേക്കാൻ പറഞ്ഞു. അവർ വന്നതേ അബദ്ധമായെന്ന് വിചാരിച്ച്. പ്രൈസ് ദി ലോർഡ്. അവർ നമ്മൾ നോട്ടിട്ട് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഇവരെല്ലാം തികഞ്ഞു പോയി. ഇവർ തികഞ്ഞ് ഇപ്പം നമ്മളെയൊക്കെ തലയെ കൈവയ്ക്കാൻ തക്കവണ്ണമുള്ള അഭിഷേകമായിപ്പോയി അവർക്ക്. പ്രൈസ് ദി ലോർഡ്. അവർ വലിയ പ്രാർത്ഥനക്കാരാണ്, വിശ്വാസികളാണ്, ഭയങ്കര പ്രവചനമൊക്കെ ഉള്ളവരെന്നാണ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. എല്ലാ പ്രവചനവും തെറ്റി ജീവിതമൊക്കെ അങ്ങ് ഇതായിട്ട് കിടക്കുക. അവർ തന്നെ സ്വയം പ്രവചിച്ച് കണ്ടുപിടിച്ച് എല്ലാ പണിയും കിട്ടിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു രൂപാന്തരവും മാനസാന്തരവും ഉണ്ടാകണം. അടുത്തിരി പറഞ്ഞിട്ടെ, ഒരു ഹൃദയത്തിനകത്ത് രൂപാന്തരവും ഒരു മാനസാന്തരവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? എന്തിനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുക? എനിക്ക് വേറെ ജോലി ഇല്ലാത്തതുകൊണ്ടാണ്. എന്തിനാണ് പറയുന്നത്? ഒരു ആത്മാർത്ഥതയുള്ളതുകൊണ്ടാണ് പറയുന്നത്. എന്താണ്? നമ്മൾ ചെയ്യുന്ന ജോലിയോട് എനിക്കൊരു ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാപിക്കും. വരുന്ന നിങ്ങൾക്ക് നിങ്ങളോട് ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ എനിക്ക് നന്നാവണം എന്നുള്ള ഒരു വ്യക്തി ആ ഒരു മനോഭാവത്തോടെയാണ് ഇവിടെ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ പ്രാപിക്കും. കൊള്ളാം, നല്ല കാര്യം, ഏറ്റെടുക്കാം. അല്ല, ഞാൻ എല്ലാം തികഞ്ഞു, ഈ പുള്ളിക്ക് വേറെ ജോലിയൊന്നുമില്ല, പുള്ളി വൈക്കെടുത്ത ഇതൊക്കെ തന്നെ പറഞ്ഞു എന്നൊക്കെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി. പ്രൈസ് ദി ലോർഡ്. അവസാന ദിവസം നാണിച്ച് ലജ്ജിച്ച് ഇനി വരാൻ പറഞ്ഞ ഇവനെ ചാകാത്ത പുഴുവുള്ള കെടാത്ത തീയുള്ള സ്ഥലത്തോട്ട് ദുഷ്ടസാത്താനെ പോകുമെന്ന് പറയും. അതിനല്ല ദൈവം നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്നത്. പ്രൈസ്. ഇല്ലാത്ത പൈസ അടുത്ത വീട്ടിൽ നിന്ന് വരെ കടം വാങ്ങിച്ചുകൊണ്ടൊന്ന് ഈ ബസ് പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നത് പ്രൈസ് ദി ലോർഡ് നരകത്തീക്കകത്ത് വീഴാനല്ല, നമ്മൾ ഇവിടെ കിടന്ന് കറങ്ങാനല്ല, ഇവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മൾ നിത്യനായ ദൈവത്തിൻ്റെ കൂടെ വസിക്കാനാ. നമ്മുടെ ഉദ്ദേശമെന്ന് സഭയുടെ ഉദ്ദേശം എന്താണ്? മരിച്ചാൽ അടക്ക ശുശ്രൂഷ കിട്ടാനാണോ? നമ്മളിവിടെ വന്നിരിക്കുന്നത് എനിക്ക് ആരുമില്ല, അനാഥ മന്ദിരത്തിനകത്താക്കുന്നത് സഭക്കാരിനി നോക്കിക്കോളും, എന്നെ നോക്കിക്കോളും, എനിക്ക് പിന്നെ ഒരു മരിച്ചാൽ ആരെങ്കിലും വേണമല്ലോ അടക്കാൻ. ഈ നല്ല അടക്ക ശുശ്രൂഷ കിട്ടിയിട്ട് എന്ത് ചെയ്യേ? നമ്മൾ അറിയുന്നില്ലല്ലോ. മരിച്ചു കിടക്കുന്ന നീ അറിയുന്നുണ്ടോ? ഏത് സോപ്പിട്ടാണ് നിന്നെ കുളിപ്പിക്കുന്നത്? ഏത് പൗഡറാണ് ഇടുന്നത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പറയും എനിക്ക് പിയേഴ്സ് സോപ്പ് ഉണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സ് വരെ ഞാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ ഒരു പോലീസ് ക്യാൻറ്റീനിലെ ഒരു സഹോദരി ഞാനും കൂടെ പോയി. ഞാൻ പിയേഴ്സിൻ്റെ സോപ്പ് ഞാൻ എടുത്തപ്പോൾ അവർ പറഞ്ഞു ഫാസ്റ്റ് ഇതാണോ തേക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ഞാൻ പിയേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു ഞാനിത് ഡ്രസ്സ് കഴുകാനാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പെട്ടെന്ന് നാണക്കേടായി.
അവർ ചില ആൾക്കാർ ഡ്രസ്സ് കഴുകും. നമ്മൾ ഇവിടെ ബോഡി വല്ലപ്പോഴേക്കും സോപ്പ് തേക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അവർ ഡ്രസ്സ് കഴുകുന്ന ലെവലിലായി. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, ബി ഹാപ്പി. എന്നായിരുന്നാലും മരിച്ചു കിടക്കുമ്പോൾ പിയേഴ്സ് സോപ്പിട്ട് ആരും ഒന്ന് വിളിപ്പിക്കാൻ പോണില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മരിച്ചു കിടക്കുകയാണ്. ചത്തവന് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? നമ്മൾ അപ്പം ജീവിച്ചിരിക്കുമ്പോൾ അവൻ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല, അവൻ എന്നെ കണ്ടിട്ട് ചിരിച്ചിട്ടില്ല, അവൻ എന്നെ കണ്ടിട്ട് കൈ തന്നില്ല, അവൻ എന്നെ കണ്ടിട്ട് അവൻ്റെ ഒരു ജാട, അവൻ്റെ നികളം. ഈ മരിച്ചു കിടക്കുമ്പോൾ എല്ലാവരും കാണാൻ വരുമ്പോൾ ഡേ എന്നെ റെസ്പെക്റ്റ് ചെയ് എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇവിടെ കിടക്കണ കണ്ടില്ലേ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നുമില്ല. അതുവരെ പേരുണ്ടായിരുന്നവർ ബോഡി ശവം, ശവം കിടക്കുന്നു. നല്ല പേരായിരുന്നു നമുക്ക്, ശ്രീജു. 5 മിനിറ്റ് കഴിയുമ്പോൾ ശവം. ഭാര്യ വരെ ചേട്ടാ, അച്ചായ, ഇച്ചായ, എന്തെല്ലാം വിളി. നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ വിളി, കേൾക്കാതെ വിളി. കേൾക്കത്ത രീതിയിൽ അച്ചായ, ഇച്ചായ, പാസ്റ്ററെ എന്നൊക്കെ വിളിക്കും. അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വിളിക്കുന്ന പേരുകളും നമ്മൾ കേട്ടാൽ ബോധം കെട്ട് തറ വീഴും. അപ്പം അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമുക്ക് അവസാനം ഒരു പേര് വരും, ശവം. മനസ്സിലായോ? അപ്പം ഇത് നമ്മുടെ ഈ ജീവിതമൊക്കെ വെറും പൊള്ളയായ ജീവിതമാണ്. 50, 60, 70 വയസ്സാകുമ്പോൾ നമ്മൾ വിടുതലാവും. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും വേണോ ദൈവം വിളിച്ച പോകണ്ടേ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ധൈര്യമുണ്ടോ ഇപ്പോൾ വിളിച്ച് കർത്താവ് വന്നാൽ സ്വർഗത്തിൽ പോകുന്നുള്ളവർ മാത്രം കൈ വിളിയത്തി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് സ്വർഗത്തിൽ പോകാൻ തക്കവണ്ണമുള്ള യോഗ്യതയുണ്ടോ നമുക്ക് വചനത്തിൽ കൂടെ പരിശോധിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഈസിയായ അനുസരിക്കാൻ പറ്റുന്ന വചനങ്ങൾ, കൽപ്പനകൾ ഉള്ളത് പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ? ഏറ്റവും ഈസിയായ കൽപ്പനകൾ പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ ഉള്ളത്? ആണല്ലേ? ആര് പറഞ്ഞ പഴയ നിയമമെന്ന്? ആണാ? പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഈസിയായ സംഭവമാണ് പഴയ നിയമത്തിൽ കിടക്കുന്നത്. 10 കൽപ്പന ഏതൊക്കെയാണ് പറഞ്ഞാട്ടെ? 10 കൽപ്പന ഏതൊക്കെയാണ്? നിന്റെ യഹോവയായ ദൈവമല്ലാതെ മറ്റൊരു, നമുക്ക് അതിപ്പോഴങ്ങനെയല്ലേ? നമ്മൾ ദൈവത്തെ മാത്രമല്ലേ അല്ലേ? നമ്മൾ ദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ രണ്ടാമത്തത്, ഒരു വിഗ്രഹം ഉണ്ടാകാൻ. നമ്മൾ ആരെങ്കിലും തട്ടാപ്പണിക്ക് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ ആശാരി പണിക്ക് പോകുന്നുണ്ടോ? വിഗ്രഹം ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? ഒന്നില്ല. 2, 3 നമ്മളങ്ങനെ ആവശ്യമില്ലാതെ എടുക്കാറുണ്ടോ? അത് ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട് അല്ലേ? ഏതും കണ്ടാലും നമ്മൾ പിന്നെ മൂക്കി പഞ്ഞു വെച്ച് ദൈവം എനിക്കൊരു വെളിപ്പാട് തന്നു, കർത്താവ് അത് പറഞ്ഞു, ഇത് പറഞ്ഞു, പരിശുദ്ധ അത് പറഞ്ഞെന്ന് ചിലപ്പോൾ എടുക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നും അത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും. നമുക്ക് ദൈവത്തിൻ്റെ നാമത്തെ വൃഥാവായി എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റും അല്ലേ? അടുത്തത് എന്തോ ശബ്ദത്തെ അത് നമ്മൾ വിശുദ്ധ ദിവസം ആരാധിക്കാൻ നമ്മൾ വരുന്നു, നമുക്ക് പറ്റും. ഇതൊക്കെ പറ്റുന്ന കാര്യമാണ്. കൊല ചെയ്യരുത്, നമുക്ക് കൊലപാതകം ചെയ്യാതിരിക്കാം അല്ലേ? ആരെങ്കിലും വന്ന് നമ്മളെ ക്രൂരമായി അടിക്ക് ഉപദ്രവിച്ച് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പോലും നമുക്ക് വേണമെങ്കിൽ മരിക്കാം, കൊല ചെയ്യാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ എന്താ? മോഷ്ടിക്കരുത്. അത് നമുക്ക് അറിഞ്ഞു. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളും നമുക്ക് മോഷ്ടിക്കാതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കാതിരിക്കാൻ. ഷോറൂമിൽ ഉണ്ടല്ലോ പിന്നെ സാരി, അതും ചുരിദാർ എല്ലാം ഉണ്ട്. കൂട്ടുകാരൻ്റെ അതൊന്നും മോഹിക്കാതിരുന്നാൽ പോലെ. പ്രൈസ് ദി ലോർഡ്. ഇഷ്ടംപോലെ ഷോറൂമിനകത്ത് നമുക്ക് ഉണ്ട്, ചുരിദാറുണ്ട്, സാരി ഉണ്ട്, ഇതുണ്ട്. കൂട്ടുകാരൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെതായ വസ്തുക്കളൊന്നും മോഹിക്കാതിരുന്നാൽ പോരെ. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. അപ്പനും അമ്മയും അതും നമുക്ക് ചെയ്യാം. മാനസാന്തരമൊക്കെ ഒരുവിധമൊക്കെ മാനസാന്തരപ്പെട്ട അപ്പനും അമ്മയും ചെയ്ത പാവങ്ങളൊക്കെ കാല് വീണ് ഞാൻ അങ്ങനെ ചെയ്തൊക്കെ രക്ഷപ്പെട്ട ആളാ. ചെയ്യാം. അതും നമുക്ക് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ പുതിയ നിയമത്തിലോ സ്വന്തം സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന്. അപ്പം നമ്മൾ പോകൂ. ഇവിടെ ആര് കൈവക്കിയാൽ പോകൂ?
സ്വന്തം സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാവും. പണ്ട് നമ്മൾ വ്യഭിചാരം ചെയ്താലേ ഇതുള്ളൂ. ഇപ്പൊ കണ്ണുകൊണ്ട് നോക്കിയാൽ പാവമാണ്. നിന്റെ 2 കണ്ണും കൊണ്ട് നീ സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും നമ്മളെല്ലാം അന്ധന്മാരായി ഇവിടെ ജീവിക്കേണ്ടവരല്ലേ ഇവിടെ. എല്ലാം ഇന്നത്തെ ഈ വചനം അനുസരിച്ചാണെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സഭയിലും ഒറ്റ എണ്ണത്തിന് കണ്ണുണ്ടാകാൻ പാടില്ല. കണ്ണുകൊണ്ട് നോക്കി മോഹിക്കാത്തവരാരെങ്കിലും വിശുദ്ധന്മാരിവിടെ ഉണ്ടോ? വിശുദ്ധകളുണ്ടോ ഇവിടെ? എനിക്ക് തലേ കൈവയ്ക്കാൻ എനിക്ക് നിന്റെ ലിസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വർഗത്തിൽ പോവോ കൈവക്കിയവരെ? പ്രൈസ് ദി ലോർഡ്. കല്യാണത്തിന് ബന്ധുക്കളും നാട്ടുകാരെ വിളിച്ചില്ലെങ്കിലും ഊമരെയും ചെകടിനെയൊക്കെ വിളിക്കണമെന്നാണ് പറയുന്നത് കർത്താവ്. ആരെങ്കിലും അങ്ങനെ വിളിക്കാറുണ്ടോ? ഇല്ല. നിന്റെ വചനം പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പോകാൻ വന്ന ധനവാൻ ആയ ഒരു പയ്യനോട് ദൈവം പറയും, യൗവനക്കാരനോട് പറയുകയാണ്, നിനക്കുള്ളതെല്ലാം കൂടെ വിറ്റിട്ട് നീ വരാൻ. അങ്ങനെയുള്ളവരൊന്ന് കൈവെക്കാൻ പറ്റുമോ? ഒന്ന് വിറ്റിട്ട് വരാൻ താല്പര്യമുള്ളവർ? നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് നീ വന്നാൽ നിനക്ക് സ്വർഗത്തിൽ പോകുന്നതാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിൻ്റെ കൽപ്പനകളെന്ന് പറയുമ്പോൾ പഴയ നിയമത്തിനേക്കാൾ അതിഭയങ്കര പവർഫുള്ളാണ്, സിമ്പിളാണ്. കേൾക്കുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഏറ്റവും ഭയങ്കര സംഭവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂഴ്ന്ന് കളയുക. അതോടുകൂടി 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഈ നിൽക്കുന്ന പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളാരും പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്ന കൽപ്പന അനുസരിച്ച് നമ്മളാരും സ്വർഗത്തിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. വചനം പറഞ്ഞ അന്യനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണം, അയൽവാസിയെ സ്നേഹിക്കണം. സ്നേഹമാണ് വല്ല. അന്യോന്യം സ്നേഹിക്കാത്തവൻ നിത്യജീവനിൽ കയറുകയില്ല. 1 യോഹന്നാൻ അതിൻ്റെ 3-ാം അധ്യായല്ലേ, 3:3 ഏതിനാണ് ഇരിക്കുന്നത്? നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. അന്യോന്യം സ്നേഹിക്കാതിരുന്നാൽ നിത്യജീവൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ആർക്കുണ്ട് സ്നേഹം? ഇവിടെ ഓടി വന്ന് ഇരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ചില ഉറങ്ങുന്നു, കേട്ടോണ്ടിരിക്കുന്നു, ചാടി എഴുന്നേക്കുന്നു, പിതാവും പുത്രൻ എന്ന് പറയുന്ന മുമ്പേ ചാടി ഉറങ്ങി ഓടുന്നു. അടുത്തിരിക്കുന്നവരോട് സ്നേഹം വല്ലതും ഉണ്ടോ? അപ്പോൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനപ്രകാരമുള്ള സഭ ഇവിടെ വേദമുണ്ട്. ആരുണ്ട് മാനസാന്തരപ്പെട്ടത്? അല്പമെങ്കിലും സ്നേഹമുണ്ട്. സ്വസ്നേഹികളല്ലാതെ സ്വന്തം കൂട്ടു സഹോദരങ്ങളോട് സ്നേഹമുണ്ടോ? ഭാഷന്മാരോട് സ്നേഹമുണ്ടോ? ബഹുമാനമുണ്ടോ? റെസ്പെക്റ്റ് ഉണ്ടോ? അനുസരണമുള്ളവരാണോ നമ്മൾ? നമുക്ക് അനുസരണമുണ്ടോ? ദൈവവചനം അനുസരിക്കുന്നവരാണോ നമ്മൾ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകും? ആര് പോകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ക്യാരക്ടർ ഇല്ല, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളില്ല. നമ്മൾ വിശ്വാസികളാണെന്ന് പറയുന്നു, പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകും? പോവോ? സ്തോത്രം, ഹല്ലേലൂയ. ദൈവവചനം പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ. സ്നേഹമുണ്ടോ? ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? മക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? മക്കളെയൊക്കെ നമ്മൾ പിടിച്ചിട്ട് അടിക്കണേണ്ട, ക്രിമിനൽസിനെ അടിക്കും പോലെയല്ലേ നമ്മൾ അടിക്കുന്നത്. നമ്മളെ മക്കളോട് നമുക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ് നമ്മൾ അടിക്കുന്നത്. നമ്മളെ ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരാളിനെ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ അങ്ങടിച്ച് റെഡിയാക്കിയല്ലേ. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മക്കളെ പിടിച്ചിട്ട് അടിക്കുന്ന അമ്മമാരുണ്ട്. ആ അമ്മമാർക്ക് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ വൃത്തിയായി കിട്ടും മക്കളെ നിന്ന്. കാരണം നിങ്ങൾ തന്നെ അടിച്ചവനെ ക്രിമിനലാക്കുകയാണ്. അവസാനം അവൻ തിരിഞ്ഞു ഒരു ദിവസം അടിക്കുന്നതും കൈ അങ്ങ് പിടിക്കും. ആ കമ്പ് പിടിച്ചു വാങ്ങിച്ച് നമുക്ക് 2 തരും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിമിനൽസുകളെ വീട്ടിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ കോപിപ്പിക്കരുതെന്ന് വചനം പറയുന്നു. നമ്മൾ മക്കളെ കോപിപ്പിക്കുന്നു. അപ്പനമ്മമാരെ അനുസരിക്കാൻ പഠിപ്പിക്കുന്നു. പക്ഷേ നമ്മൾ അനുസരിക്കുന്നില്ല. വീട്ടിനകത്ത് അനുസരണം ഉണ്ടെങ്കിലല്ലേ ചർച്ചിൽ അനുസരിക്കൂ. വീട്ടിനകത്ത് ഒരു അപ്പനെയും അമ്മയും ഒരു ബഹുമാനമില്ല, അനുസരണം ഇല്ലാത്തവരാണ്. സഭയിൽ വന്നാൽ ഭാഷന്മാരിനി എത്ര തലകുത്തനെ എന്നാലും അവരനുസരിക്കൂല. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹത്തിനകത്ത് കിടന്നിട്ട് നമ്മൾ നിത്യജീവനം വേണ്ടി നമ്മുടെ ഈ ക്യാരക്ടറും കൊണ്ട് സ്വർഗത്തിൽ ചെന്ന് ആ സ്വർഗത്തെയും കൂടെ നശിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? നമ്മൾ ഇപ്പോഴത്തെ ഈ സ്വഭാവം വെച്ചോണ്ട് നമ്മൾ സ്വർഗത്തിൽ ചെന്നാൽ
ഉള്ള വിശുദ്ധന്മാരെ തമ്മിലടിപ്പിച്ച് അവിടെ പൊളിറ്റിക്സ് ഉണ്ടാക്കി, അവിടെ കസേരയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കി, അവിടെ പിന്നെ ആകെ വിഷയമാവും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ സഭ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. എന്തിനാണെന്നറിയാമോ? പുഴുക്കുത്തേറ്റ പഴുത്ത അളിഞ്ഞ ഹൃദയങ്ങളും വെളിമേ സ്പ്രേയും അടിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കുളിച്ചൊരുങ്ങി വരുന്ന നമ്മുടെയൊക്കെ അകത്ത് പഴുത്ത് അളിഞ്ഞ നാറ്റം വെച്ച ഒരു ഹൃദയമുണ്ട്, സ്വഭാവങ്ങളുണ്ട്, വൈകൃതങ്ങളുണ്ട്, വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്, അശുദ്ധ സ്വഭാവങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് കല്യാണവേദിയിൽ നമ്മൾ ചില ദേവദാസന്മാർ പറയും, ആ അനീഷിനെ എനിക്കറിയാം, അനീഷ് കഴിഞ്ഞ നാളുകളിൽ ശക്തമായി അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യമുള്ളവനായിരിക്കുന്നു. അതുപോലെ അനിത എനിക്കറിയാം, അവർ നല്ല സാക്ഷ്യമുള്ളവരാണ്. ഇതൊക്കെ ഭംഗി വാക്കുകളാണ്. എന്നാൽ ഒരു ദിവസം ഒരു ദേവദാസൻ കയറി എന്ന് പറഞ്ഞു, ഇവർ രണ്ടുപേരും എനിക്കറിയാം, രണ്ടും പോക്കാം. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കാരണം രണ്ടും ഗുണമില്ലാത്തതും ഒരു ഇതുവരെ. കാരണം ഇന്ന് വരെ അപ്പനെ, അമ്മയെ, സഹോദരങ്ങളെ, നാട്ടുകാരെ ആരെയും അറിയിക്കാത്ത കുറേ വൃത്തികെട്ട സ്വഭാവം ഇവർക്കുണ്ട് രണ്ടുപേർക്കും. ഈ സ്വഭാവങ്ങളും കൊണ്ട് ഇവർ ജീവിതത്തിൽ കയറുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സഹോദരങ്ങൾ നാട്ടുകാർക്കും അറിഞ്ഞുകൂടാത്ത സ്വഭാവമായിട്ട് ഈ പുരുഷനും സ്ത്രീയും ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഇവരുടെ എല്ലാ സ്വഭാവം വെളിപ്പെടും. വെളിപ്പെട്ട് ഇവരങ്ങോട്ട് അടിയായി, ബഹളമായി, പിണക്കമായി, വീട്ടിൽ എടുത്തോണ്ട് പിന്നെ സാധനം എടുത്തോണ്ട് പോക്കായി, പിന്നെ മടങ്ങി വരുവായി, പിന്നെ കൗൺസിലിംഗ് നടത്തുകയായി, അങ്ങനെ പലതും ചെയ്ത് ഒരു 10-14 വർഷം കഴിയുമ്പോൾ രണ്ടെണ്ണം റെഡിയാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു സ്നേഹം, ഈ ഭാര്യയും ഭർത്താവും ജീവിച്ച് തുടങ്ങി അവസാനം ഇവർക്ക് സ്നേഹം വരുന്നതും സ്നേഹിക്കാൻ പഠിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഇവർക്ക് കൊച്ചുമക്കളെ, ഇവരുടെ മക്കൾ ജനിച്ച് ഇവർക്ക് കൊച്ചുമക്കളാകുമ്പോൾ ഈ കൊച്ചുമക്കളോട് നമ്മൾ ചെയ്ത് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ സ്നേഹിക്കാത്ത രീതിയിൽ നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നത് കാണണം. കാരണം നമ്മളെ സ്നേഹിക്കാൻ ഇവർക്ക് സമയം കിട്ടിയിരുന്നില്ല. ഇവർക്ക് ബഹളം ഉണ്ടാക്കാനും പിണക്കം ഉണ്ടാക്കാനും അടികൾ കൂടാനും വഴക്കുണ്ടാക്കാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവസാനം അനുഭവിച്ച് പഠിച്ച് അവരെ ആരും സ്നേഹിക്കാനും ഇല്ല, മൈൻഡ് ചെയ്യാനും ഇല്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമില്ല, ഭർത്താവിൻ്റെ ഭാര്യയും സ്നേഹമില്ല. ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ ഒരു വഴിയില്ലാതിരുന്നപ്പോൾ അവസാനം കൊച്ചുമക്കളെ കിട്ടി. അപ്പോഴാണ് ഇവരുടെ അകത്ത് സ്നേഹിക്കാൻ സമയം കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യതയിൽ പോകാനാണ് നമുക്ക് കുടുംബജീവിതം തന്നിരിക്കുന്നത്. നമുക്ക് നിത്യതയിൽ പോകാനാണ് ഈ സഭ തന്നിരിക്കുന്നത്. സഭയിലെ പാസ്റ്റർ നിങ്ങളെക്കാൾ കോപിഷ്ഠനായിരിക്കും, നിങ്ങൾ പാസ്റ്ററെക്കാൾ കോപിഷ്ഠനായിരിക്കും. ഈ വിശ്വാസികൾ 10 സ്വഭാവമുള്ളവരായ വിശ്വാസികളും മാനസാന്തരമില്ലാത്ത പാസ്റ്ററും പ്രസംഗിച്ചും ശുശ്രൂഷിച്ചും കേട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിച്ചും ശുശ്രൂഷിച്ചും ജീവിച്ച് അവസാനം ഞാനും നിങ്ങളും എല്ലാം വിശുദ്ധരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം കൊണ്ടുള്ള പ്രോസസ്സിംഗ് അല്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഓടിക്കളയരുത്. വന്നിരുന്ന് കേട്ടോണ്ടേ ഇരിക്കണം. വഴക്കുണ്ടാകും, ശണ്ടയുണ്ടാകും, ശാസന ഉണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങളോട് പ്രസംഗിച്ചാണ് നിങ്ങളുടെ പല സ്വഭാവങ്ങളും കണ്ട് എനിക്ക് ദീർഘക്ഷമ വരും. എൻ്റെ ദേഷ്യം മാറുന്നത് രക്ഷയില്ല എന്ന് വിചാരിക്കുമ്പോൾ ദേഷ്യം പോകും. അങ്ങനെ എൻ്റെ അകത്ത് എനിക്കും ഒരു മാനസാന്തരം ഉണ്ടാകും. എൻ്റെ ലൈഫിൽ ഫലങ്ങൾ വെളിപ്പെടുന്നത് നിങ്ങളെപ്പോലുള്ള ആയിരങ്ങൾ വന്ന് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ ജഡത്തിൽ തുടങ്ങി അവസാനം ആത്മാവിൽ അവസാനിക്കും. നിങ്ങളും വന്നിരുന്ന് ജഡത്തിൽ വന്ന് കുറച്ച് നാൾ വചനം കേട്ട് അവസാനം രക്ഷയില്ലാതെ ആത്മാവിലാവും. പ്രൈസ് ദി ലോർഡ്. കുടുംബജീവിതത്തിൽ ജഡത്തിൽ തുടങ്ങി അവസാനം അടികൾ കൂടി ബഹളം ഉണ്ടാക്കി ഹൃദയത്തിനകത്തുള്ള ആ വിരോധവും വൈരാഗ്യം ഇതെല്ലാം പൊട്ടി അവസാനം രക്ഷയില്ലാതെ ഒതുങ്ങും. എല്ലാത്തിനും ഒതുക്കുന്ന വിദ്യ കർത്താവിൻ്റെ കയ്യിലുണ്ട്. നീ ഒതുങ്ങിയില്ലെങ്കിൽ നിന്റെ മക്കളെ കൊണ്ട് നിന്നെ ഒതുക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ഒതുങ്ങാനും തക്കവണ്ണം ആരെങ്കിലും ദൈവം സെറ്റ് ചെയ്യും. നീ ഒതുങ്ങിയില്ലെങ്കിൽ നിന്നെ ഒതുക്കാൻ വേണ്ടി മാത്രം ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിന്നെ നിത്യതയിൽ എത്തിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതാണ് വചനം പറയുന്നത്. അവൻ പിണങ്ങിപ്പോയപ്പോൾ, അത് യൗവനക്കാരെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, മനുഷ്യന് അസാധ്യമാണ്. മനുഷ്യന് തൻ്റെ പ്രവൃത്തി കൊണ്ടോ ജീവിതത്തിലെ ജഡീകന്മാരായ മനുഷ്യർക്ക് ആർക്കും ഒരിക്കലും വിശുദ്ധനായി ദൈവസന്നിധിയിൽ ദൈവം പറയുന്ന കൽപ്പനകൾ അനുസരിച്ച് ഈ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഹല്ലേലൂയ, നിനക്ക് അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. നിനക്ക് അസാധ്യമാണ്,
നിനക്ക് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും കൽപ്പനകൾ അനുസരിക്കാൻ എനിക്കോ നിനക്കോ സാധിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. തൊട്ടടുത്തിരിക്കുന്ന കൂട്ടു സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ല, പൊറുക്കാൻ പറ്റത്തില്ല, ക്ഷമിക്കാൻ പറ്റത്തില്ല. നമുക്ക് ആരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകും? പക്ഷേ നിങ്ങൾക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അക്കരെ എത്തിക്കാൻ ദൈവത്തിന് അറിയാം. അതിനാണ് നിന്റെ ലൈഫിൽ പല വിധത്തിലുള്ള ശോധനകളിലൂടെ, പല പരീക്ഷണങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ, മരുഭൂമിക്കകത്തുകൂടെ നീ കയറിപ്പോകുമ്പോൾ, തീക്കകത്തുകൂടെ നീ കയറിപ്പോകുമ്പോൾ, നീ പോലും അറിയാതെ നിന്റെ ലൈഫിൽ ദൈവം വെച്ചിരിക്കുന്ന ഫലങ്ങൾ നിന്റെ അകത്തുനിന്ന് പുറത്തു വരാൻ തുടങ്ങും. നിനക്ക് ദീർഘക്ഷമ വെളിപ്പെടും. നീ സ്നേഹിക്കാൻ തുടങ്ങും. നിന്റെ ലൈഫിലെ പ്രാകൃത മനുഷ്യനെയും ജഡീക മനുഷ്യനെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിനകത്തുകൂടെ ബാലശിക്ഷയിലൂടെ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ശരിയാക്കി നിത്യതയിൽ എത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ എങ്ങനെ നമുക്ക് പോകാൻ പറ്റും? അതിനാണ് കർത്താവ് പറഞ്ഞത്, എന്റെ കൂടെ മരിക്കണം. ഗലാത്യർക്ക് 2-ാം അധ്യായത്തിനകത്ത് പറയുന്നു, യേശു ക്രിസ്തുവിനോടുകൂടി നീ മരിച്ചിരിക്കുന്നു. ഇനി നീയല്ല ജീവിച്ചിരിക്കുന്നത്, കർത്താവ് യേശു നിന്നെ ജീവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരിക്കാൻ പറ്റുമോ? മരിക്കാൻ പറ്റുമോ? അപ്പോൾ മരിക്കാൻ പറ്റുമോ? നമ്മൾ 100 പ്രാവശ്യം പറഞ്ഞു, നമ്മൾ കർത്താവിനോട് മരിച്ചിരിക്കുന്നത്. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത്. പറയാൻ എളുപ്പമാണ്, പക്ഷെ മരിക്കാൻ പാടാണ്. എല്ലാം പറയാൻ എളുപ്പമാണ്. സ്നേഹിക്കണം. സ്നേഹത്തെക്കുറിച്ച് 1.5 മണിക്കൂർ ഒരു ആൾ മെസ്സേജ് പറഞ്ഞു, ഒരു പാസ്റ്റർ. ആ മെസ്സേജ് കേട്ട് ജനം കരഞ്ഞു, നിലവിളിച്ചു, അന്യോന്യം അടുത്തിരിക്കുന്നവരെയൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച ആ പാസ്റ്ററുടെ ശരീരത്തിൽ, ആ ഷട്ടിൽ ഈ കറി വിളമ്പിയവൻ്റെ കറി വന്ന് വീണു ഷട്ടിൽ. അയാൾ എഴുന്നൊരു ഒറ്റ അടി അടിച്ചു കൊടുത്തു. 1.5 മണിക്കൂറത്തെ പ്രസംഗം പോയി. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ പാടാണ്. ഹല്ലേലൂയ. എങ്ങനെ ജീവിക്കാൻ പറ്റും? ഹല്ലേലൂയ. നമുക്ക് സാധിക്കാത്തതിനെ തരാനാണ് പരിശുദ്ധാത്മാവിനെ ദൈവം അയച്ചത്. നിനക്ക് സാധിക്കും. ആ പരിശുദ്ധാത്മാവിൽ നീ വർദ്ധിക്കണം. നിന്റെ ജീവിതത്തിലെ നല്ല ഈ ലോകത്തിൻ്റെ ഭോഗ സംസാരങ്ങൾക്കും, അല്ലെങ്കിൽ മുള്ളിൻ്റെ ഇടയിൽ വീണ വിത്ത് പോലെയൊക്കെ വചനം നിന്റെ അകത്ത് വീണ് ഈ ലോകപ്രകാരം ചിന്തിച്ചും പറഞ്ഞും സംസാരിച്ചും നിന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉപരി നിനക്ക് നിത്യതയിൽ എത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ ആദ്യം പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് പ്രാപിച്ചിട്ട് കാര്യമില്ല. ആത്മാവില്ലാത്തവരല്ല പലരും. ഇന്ന് പരിശുദ്ധാത്മാവ് ഉള്ളവർ എത്ര പേരുണ്ടെന്ന് കൈവക്കാൻ പറഞ്ഞാൽ നിങ്ങളിൽ ഭൂരിഭാഗം പേരും നിങ്ങൾ പറയും അന്യഭാഷയുണ്ട്, ആത്മാവുണ്ട്. പക്ഷെ ആത്മാവ് ഉണ്ടായിട്ട് കാര്യമില്ല. പലപ്പോഴും ഈ ആത്മാവിന് കീഴ്പ്പെട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് നിത്യതയിലെത്താൻ പറ്റും, ഈസിയാണ്. പുതിയ നിയമം ഭയങ്കര സിമ്പിളാണ്. പുതിയ നിയമത്തിൽ നമ്മളോട് ദൈവം പറയുന്നില്ല നീ 3 നേരം 5 നേരം പ്രാർത്ഥിക്കണം, നീ ഇന്ന വസ്ത്രം ഇടണം, നീ ഇന്ന ഭക്ഷണം കഴിക്കണം, നീ ഇത്ര നേരം പ്രാർത്ഥിക്കണം, നീ ഇന്നത് ചെയ്യണം. ഒരു കാര്യവും പറയുന്നില്ല. ഒരു കാര്യം പറയുന്നില്ല. ഇന്നതേ കഴിക്കാവൂ, കുടിക്കാവൂ, ഇന്ന സ്ഥലത്തെ കിടക്കാവൂ, ഇത്ര നേരം പ്രാർത്ഥിച്ചില്ലേ ശരിയാവൂല, ഒന്നും ഒരു സംഭവമില്ല. ഏത് വേണോ കഴിക്കാം, എന്ത് വേണമെങ്കിലും ധരിക്കാം, എവിടെ വേണമെങ്കിലും പോകാം. 3-4 നേരം പ്രാർത്ഥിച്ചതിന് പ്രശ്നമില്ല, ദശാംശം കൊടുത്തില്ലെങ്കിൽ കൊന്നുകളയത്തില്ല, അങ്ങനെയൊന്നുമില്ല. അത്രയും വലിയ സിമ്പിളാ. പക്ഷേ നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ വലിയ പാടാണ്. ഹല്ലേലൂയ. അതിന് വേറൊന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ആത്മാവിൻ്റെ കൂടെ നടന്നാൽ മതി. പ്രൈസ് ദി ലോർഡ്. എല്ലാം സാധിക്കും. അതാണ് ദൈവം പറഞ്ഞത്, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, പക്ഷെ ഞാൻ ക്രൂശിൽ കിടന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ നീ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, ഒരു കാര്യസ്ഥൻ നിന്റെ അടുക്കൽ വരും. ഈ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഈ ആത്മാവ് നീ പ്രാപിക്കണം, പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. നിന്റെ ജഡത്തിന്റെ പ്രവർത്തനങ്ങളെ അഴിപ്പാൻ നിന്റെ ഉള്ളില് നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവപുസ്തകത്തിൽ പേരെഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് പകല് നിനക്കത് സാധിക്കും. എങ്ങനെ സാധിക്കും? നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവം അയച്ച പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആത്മാവിൽ നടക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു.
ഹല്ലേലൂയ. അടുത്തൊരു പറഞ്ഞിട്ട് ആത്മാവിനനുസരിച്ച് നടന്ന കാര്യം ഈസിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞതാണ് മനുഷ്യന് അസാധ്യം, എന്നാൽ ദൈവത്തിന് ക്രൂശിക്കപ്പെട്ട യേശു പറഞ്ഞു എല്ലാം സാധ്യം. ഹല്ലേലൂയ. എല്ലാം സാധ്യം. അതിനാണ് നിങ്ങൾ ചാടി ഇറങ്ങരുത്, ഇരുന്ന് അഭിഷേകം പ്രാപിച്ചോ, പരിശുദ്ധാത്മാ പ്രാപിച്ചോ. നിന്നെ നിത്യതയിൽ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ അയച്ചു തരാം. ഈ ഭൂമിയിൽ നിനക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ലേ? ആത്മാവ് വന്നാൽ നീ സ്നേഹിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നാൽ ആ പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ സ്നേഹമല്ല, ആത്മാവുള്ളവൻ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം, അഗാപ്പേ ലവ്, നിന്റെ അകത്തുനിന്ന് പുറത്തു വരും. പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ നിന്റെ സ്നേഹിക്കാൻ അറിഞ്ഞുകൂടാത്ത നീ സ്നേഹിക്കാൻ പഠിക്കും. ജാതി സ്പിരിറ്റ് ഉള്ള നിനക്ക് ജാതി സ്പിരിറ്റ് മാറും. മതഭ്രാന്തുള്ള നീ മതഭ്രാന്ത് മാറും. കഠിന പാപം ചെയ്യുന്ന നിനക്ക് പാപം ചെയ്യുമ്പോൾ കുറ്റബോധം ഉണ്ടാകും, പാപബോധം ഉണ്ടാകും, മാനസാന്തരം ഉണ്ടാക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. ഉണ്ടായിട്ട് കാര്യമില്ല. പലരുടെ അകത്ത് ആത്മാവ് വന്നിട്ട് വർഷങ്ങളായി, പക്ഷേ അതെല്ലാം പിന്നെ ചാരം മൂടി കിടക്കുക. ഈ ചാരം മൂടി കിടക്കുമ്പോഴാണ് ജഡീകന്മാരായി നമ്മൾ മാറുന്നത്, പ്രാകൃതരായി. നമുക്ക് പ്രാർത്ഥന ഇഷ്ടമില്ല, ആരാധന ഇഷ്ടമില്ല, ഫാസ്റ്റിംഗ് പ്രയർ ഇഷ്ടമില്ല, ദൈവസന്നിധിയിൽ ഇരിക്കാൻ ഇഷ്ടമില്ല. നമ്മളെ ലോകം മാടി വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നീ ഒന്ന് ഇരുന്ന് നോക്ക്, 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചാരം മൂടി കിടക്കുന്ന ആ ആത്മാവ് പുറത്തു വരും. ആത്മാവ് പുറത്തു വന്ന് എഴുന്നേറ്റാൽ അതാണ് ഫാസ്റ്റിംഗ് ഇരിക്കണം. മാസത്തിൽ 2-3 തവണയെങ്കിലും നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ ചാരം മൂടി കിടക്കുന്ന നിന്റെ ജഡത്തെ പുറത്തു കൊണ്ടുവന്ന, പ്രാകൃത മനുഷ്യരെ പുറത്തു കൊണ്ടുവന്ന പൈശാചിക മണ്ഡലങ്ങളെ വെട്ടിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങും. ആത്മാവ് നിന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നീ അറിയാതെ എഴുന്നേക്കും. നീ പറയും, എനിക്ക് പ്രാർത്ഥനാ ജീവിതം വേണം, എനിക്ക് വചനം വായിക്കണം, എനിക്ക് ചർച്ചിൽ ഫാസ്റ്റിംഗ് നടക്കുന്നു, എനിക്ക് അവിടെ പോയിരിക്കണം, എനിക്ക് രാത്രി പ്രാർത്ഥനയുണ്ട്, അവിടെ പോയിരിക്കണം, എനിക്ക് വചനം കേൾക്കണം. യൂട്യൂബ് നീ ഓപ്പൺ ചെയ്യുമ്പോൾ നീ സിനിമ കാണുന്ന നിനക്ക് അടുത്ത സെക്കൻഡില് ദൈവത്തിന്റെ അഭിഷിക്തന്മാരുടെ പ്രസംഗം കേൾക്കണമെന്ന് തോന്നും. ഹല്ലേലൂയ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന വ്യത്യസ്തനാണ്. അവന് പോലും അത്ഭുതം ഉണ്ടാകുന്ന രീതിയിൽ അവന്റെ സ്വഭാവം മാറും. കാരണം അവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിന്നെ സഹായിക്കാൻ, നിന്നെ നിത്യതയിൽ എത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. അല്ലാതെ ഞായറാഴ്ചയും വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്ന 2 ദീപാവലിക്ക് പടക്ക് വയ്ക്കുമ്പോൾ കൈയടിച്ചിട്ട് 2 അന്യഭാഷ പറഞ്ഞ് വീട്ടിൽ ചെന്നിടന്ന് ഉറങ്ങാനല്ല പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവ് ദിനം പ്രതി നിന്നെ ആത്മാവിൽ നടത്താൻ, നിന്നെ നിത്യതയിൽ എത്തിക്കാൻ, നിന്റെ ക്യാരക്ടർ ചേഞ്ച് ആക്കാൻ, നിന്നെ നിത്യതയ്ക്ക് യോഗ്യതയുള്ളവനാക്കി മാറ്റാൻ, പ്രാകൃത മനുഷ്യനും ജഡീകനുമായ നിന്നെ ആത്മീകനാക്കാൻ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വന്നിരിക്കുന്നു. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവൻ ദൈവത്തെ കാണാനിടയാകും. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് സാധിക്കുമോ? സാധിക്കുമോ? നിത്യതയിൽ പോകാൻ സാധിക്കുമോ? പറഞ്ഞേ, സാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നിത്യതയിലെത്താൻ പറ്റുമോ? പറ്റും. പക്ഷെ എന്ത് ചെയ്യണം? ആത്മാവിനെ അനുസരിച്ച് നടക്കണം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലായിരുന്നു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധി. എന്നാ ഒന്നുകൂടെ പറഞ്ഞേ, ക്രിസ്തുവിലുള്ളവർക്ക്. അടുത്തിരിക്കുന്ന 2-3 പ്രാവശ്യം പറഞ്ഞോളൂ, മനസ്സിലാവും. ക്രിസ്തുവിലുള്ളവർക്ക് പറഞ്ഞാട്ടെ, ക്രിസ്തുവിലുള്ളവർക്ക് പറഞ്ഞോ, ഇങ്ങനെ പറ, ക്രിസ്തുവിലുള്ളവർക്ക്. ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. നീ ആരിലുണ്ടാകണം? ആരിലുണ്ടാകണം? പിശാച് നിന്നെ നോക്കുമ്പോൾ പിശാചിനകത്തിരിക്കുന്നവനാകരുത്. നിന്നെ കാണുമ്പോൾ അയ്യോ തീ, പ്രൈസ് ദി ലോർഡ്, ഇവന്റെ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു. പൗലോസിനെ കണ്ട് എല്ലാരും എന്ത് ചെയ്തു? പറഞ്ഞു. വെളിച്ചപ്പാട് അത്തിയായ സ്ത്രീയൊക്കെ പറഞ്ഞു, എന്ത് ചെയ്തു? ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കണ്ടപ്പോൾ പിശാച് പറഞ്ഞു, ദൈവത്തിന്റെ പുത്രൻ എന്താ വന്നിരിക്കുന്നു. നിന്നെ കണ്ടാന്ന് പറയും പിശാച്, ഇനി വാ, ഇപ്പൊ തന്നെ ഞാൻ ഷട്ടും വലിച്ചു കയറി വിടാം, അല്ലേ? പൗലോസിന്റെ പേരും പറഞ്ഞ് വേറെ ആൾക്കാർ പോയപ്പോ എന്ത് ചെയ്തു? പിശാച് ചാടി വീണു, വലിച്ചു കയറി അങ്ങ് വിട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ കാണുമ്പോൾ എന്ത് തോന്നണം? തോന്നണം. എന്ത് ചെയ്യണം?
വേറൊന്നും ചെയ്യണ്ടെന്ന് നമ്മളെ ഹൃദയം കൊണ്ടെന്ന് ആഗ്രഹിച്ചാൽ മതി. പിശാചിന് എനിക്കിരിക്കാനുള്ള സ്ഥലമല്ല എൻ്റെ ശരീരം. എൻ്റെ ശരീരം ദൈവത്തിന് ഇരിക്കാനുള്ളതാണ്. എൻ്റെ ശരീരം ഞാൻ ക്രിസ്തുവിന് വിട്ടുകൊടുക്കുന്നു. ഞാൻ എൻ്റെ ശരീരം യേശുവിന് വിട്ടുകൊടുക്കുന്നു. എൻ്റെ ദേഹം, ദേഹി, ആത്മാവ് യേശുവിനുള്ളതാണ്. യേശുവിന് വസിക്കാനുള്ളതാണ്. അതാണ് വസിക്കണം, വസിക്കണം. യേശു വസിക്കണം. നിന്റെ ശരീരത്തിൽ യേശു വസിക്കണം. നിന്റെ ശരീരത്തിൽ യേശു വസിക്കണം. നിന്റെ ശരീരത്തിൽ യേശു വസിക്കണം. കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ഈ ലോകത്തിൻ്റെതായ മുള്ളുകളുടെ ഇടയിൽ വീണതുപോലെ മനുഷ്യന്റെ വാക്ക് കേട്ട് നീ തളർന്നു പോകരുത്. സാഹചര്യങ്ങളുടെ നടുവിൽ നീ തളർന്നു പോകരുത്. അതിന് പകരം ഇന്ന് പകൽ ആത്മനിറവിൽ നീ ആകണം. നിന്റെ അകത്ത് ദൈവത്തിന്റെ തീ കത്തണം. ഈ വചനം വളരണം, വിത്ത് വളരണം. അതിന് നീ എന്ത് ചെയ്യണം? ക്രിസ്തുവിലായിരിക്കണം. നീ ക്രിസ്തുവിനകത്ത് കയറണം. ക്രിസ്തു നിന്റെ അകത്ത് കയറാൻ നീ അവസരം കൊടുക്കണം. യേശുവിന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കണം. ക്രിസ്തു നിന്നിൽ ജീവിക്കണം. ക്രിസ്തു നിന്നിൽ വസിക്കണം. ഹല്ലേലൂയ. ക്രിസ്തുവിലാകണം. പറഞ്ഞട്ടെ, ക്രിസ്തുവിലാകണം. ക്രിസ്തുവിൽ ഞാൻ ക്രിസ്തുവിലാകാൻ പോവുക. ഞാൻ ക്രിസ്തുവിലാകുക. ഞാൻ ക്രിസ്തുവിലായിരിക്കുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ടു. രക്ഷ ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വിശ്വാസത്താൽ രക്ഷ ഏറ്റു പറഞ്ഞു. വിശ്വാസത്താൽ യേശുവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി. നിനക്ക് മരിക്കാൻ പറ്റൂല കേട്ടോ. ചെയ്യാൻ പറ്റത്തില്ല, മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യേശു മരിച്ചത്. ഹല്ലേലൂയ. സ്വതന്ത്രം. നമുക്കൊന്നും മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അപ്പം നമ്മൾ അതെന്ത് ചെയ്യണം? യേശു വിശ്വാസത്താൽ നമുക്ക് ജഡത്തില് മരിച്ചിട്ട് ഒരു വിശുദ്ധനാകാൻ പറ്റാത്തതുകൊണ്ട് നമ്മളുടെ മരണത്തിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമുക്ക് വേണ്ടി പാപങ്ങളുടെ അടിപ്പിണരുകൾ ഏറ്റു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വാസത്താൽ ആ മരണത്തിൽ പങ്കാളിയാവണം. വിശ്വാസത്താൽ മരണത്തിൽ പങ്കാളിയാകുമ്പോൾ ആ വിശ്വാസത്താൽ നിത്യജീവനകത്ത് കയറാം. ഹല്ലേലൂയ. ഇത് ഒരിക്കലും പ്രവൃത്തി കൊണ്ട് സാധിക്കത്തില്ല. എന്നാൽ ആത്മാവിനാൽ സാധിക്കും. വിശ്വാസത്താൽ സാധിക്കും. വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന നമ്മൾ ആ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സാധിക്കാത്തത് പരിശുദ്ധാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. അതിനാണ് ഈ ബൈബിളും എടുത്ത് വരാൻ പറയുന്നത് ചർച്ചിൽ. അതിന് നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാകണം, താല്പര്യം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥിക്കണം, എന്നെ പരിശുദ്ധാത്മാവെ സഹായിക്കണം. ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ബെന്നി ഹിന്നിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അതിരാവിലെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഇതൊരു എക്സർസൈസാണ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് വായും മൂടി മിണ്ടാതെ എല്ലാം ദൈവം ഇങ്ങനെ കൊണ്ടുവന്ന് തട്ടിത്തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. ദൈവം നമുക്കെല്ലാം അധികാരം തന്നിട്ടുണ്ട്. ആ വെളിപ്പാടാണ് നിന്നെ ഈ ആത്മാവിൽ നടത്താൻ സഹായിക്കുന്നത്. ആ പരിജ്ഞാനവും വെളിപ്പാടും ദൈവ ശബ്ദം ഹോളി സ്പിരിറ്റ് നമ്മളിൽ വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിശ്വാസത്താൽ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ഞാൻ ജീവിക്കും? അതിന് നിന്റെ വായി തുറക്കണം. വിശ്വാസത്താൽ നീ പറയണം ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. അതിരാവിലെ എഴുന്നേറ്റ് പത്രം നോക്കുന്നതിന് മുമ്പ് കർത്താവിനോട് സംസാരിക്കണം, പരിശുദ്ധാത്മാവിനോട് സംസാരിക്കണം, ബൈബിൾ എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് പോകണം, എനിക്ക് നിത്യ ജീവൻ പ്രാപിക്കണം, എനിക്ക് ജീവൻ പ്രാപിക്കണം, എനിക്ക് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടണം. എൻ്റെ എറ്റേണൽ ലൈഫ്, അതായത് അന്ത്യകാലത്തെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് യേശുവിൻ്റെ കൂടെ ആകണം. ഈ ലോകത്തിലുള്ള മറ്റു പലരോടും ജീവിച്ച് ഞാൻ മടുത്തിരിക്കുന്നു. എല്ലാ ബന്ധങ്ങളും എനിക്ക് ദുഃഖം മാത്രമേ തന്നിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും ദുഃഖം തരാത്ത, ആശ്വാസം തന്ന ഒരു ബന്ധമേ ഉള്ളൂ, അത് യേശു മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം മുഴുവനും യേശുവിൻ്റെ കൂടെ ജീവിക്കേണ്ടതിന് എനിക്ക് ലഭിച്ചിരിക്കുന്ന 60, 70, 80 വർഷം അത് വെറും പാഴായി പോകാതെ യേശുവിൻ്റെ കൂടെ ഭൂമിയിൽ ജീവിച്ച് പ്രാക്ടീസ് ചെയ്യണം. കാണാത്ത ദൈവത്തിന്റെ കൂടെ, അദൃശ്യനായ ദൈവത്തിന്റെ കൂടെ നമ്മൾ ജീവിച്ച് പ്രാക്ടീസ് ചെയ്യാം. അതാണ് ക്രിസ്തീയ ജീവിതം. നമുക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ആ കാണാത്ത കർത്താവിനെ കൂടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് പഠിക്കാൻ പോവുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ദൈവത്തിനെ വിളിക്കുക, സംസാരിക്കുക. നമ്മൾ ഒരു നാളിൽ കാണും. ഹല്ലേലൂയ. ആ കാണാൻ പോകുന്നവനോട് നമ്മൾ ഇപ്പോഴേ സംസാരിച്ചു തുടങ്ങുക, നമ്മൾ ജീവിച്ചു തുടങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്. അതെങ്ങനെ? വിശ്വാസത്താൽ. വിശ്വാസമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അത് എല്ലാ ലൈഫിലും വിശ്വാസം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്? നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. എത്രയോ മനുഷ്യര് അവര് സ്നേഹിക്കുന്നവരെ അവരെ കാണുന്നു, കണ്ടുകൊണ്ട് സംസാരിക്കുന്നു. ഹല്ലേലൂയ. അവരെ സ്വപ്നം കാണുന്നു, അവരെ കൂടെ ജീവിക്കുന്നതായിട്ട് സ്വപ്നങ്ങൾ കാണുന്നു.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാണനായകനായ യേശുവിനോടും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ കാണുന്നില്ലെങ്കിലും ഒരു നാളിൽ കടമൊഴിയാൻ നമ്മൾ കാണാൻ പോവുകയാണ്. ആ കാണാൻ പോകുന്ന ദൈവത്തിന്റെ കൂടെ വിശ്വാസത്താൽ ജീവിക്കാൻ നിനക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതാണ് ക്രിസ്തീയ ജീവിതം. അതിനാണ് നമ്മളെല്ലാം ഇവിടെ പിടിച്ചിരിക്കുന്നത്. വചനം കേൾക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അതാ പറയുന്നത്, അത് മുള്ളിനിടയിൽ വീണ വിത്ത് പോലെ ആകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ ലൂക്കോസിന്റെ 8:11 മുതൽ 15 വരെ പെട്ടെന്ന് വായിക്കാം. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം, വഴികേറിയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിപ്പാൻ പിശാച് വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര കയ്യടി, ബഹളം, ചാട്ടം, ഓട്ടം, ഡൈവിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവരാ. പരീക്ഷ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും കേട്ടിട്ട് വെളിയിലിറങ്ങി 100 കാര്യങ്ങൾ ചിന്തിച്ച് നാളെ എന്താകും, ഇൻഷുറൻസ് എടുക്കണം, അത് എടുക്കണം, ഇനി എങ്ങനെ ജീവിക്കും, വാടക എങ്ങനെ കൊടുക്കും, ലോൺ എങ്ങനെ അടയ്ക്കും, മക്കളെ ഭാവി എന്താകും, അവരെ എല്ലാം ഞാൻ ചിന്തിച്ച് ഈ വചനം അങ്ങ് മാറ്റി വെച്ചിട്ട് ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങും. ധനത്താലും സംസാര ഭോഗങ്ങളാലും പിന്നെന്ത് ചെയ്യും? ഇവിടുന്ന് ആരാധന എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഫോൺ എടുത്ത് ആൾക്കാരെയൊക്കെ വിളിച്ച് സംസാരിച്ച് ഈ കേട്ട അഭിഷേകവും പ്രാപിച്ച കൃപയെല്ലാം ചോർത്തിക്കളയും. വായിച്ചോ. പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് നല്ല മണ്ണ് വീണതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എല്ലാരും പറഞ്ഞ് സംഗ്രഹിക്കണം. കേട്ടിട്ട് ഒഴുകിപ്പോകുന്നതല്ല, എന്ത് ചെയ്യണം പറഞ്ഞിട്ട് സംഗ്രഹിക്കണം. എങ്ങനെയാണെന്നറിയാമോ? പശു ഓടി നടന്ന് എന്ത് ചെയ്യും? പുല്ല് തിന്നും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? ചെന്ന് കിടന്ന് സൈഡിൽ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കും. കിട്ടുന്നതെല്ലാം വീണ്ടും വായിലോട്ട് ചവച്ചരച്ച്. ഇതുപോലെയാണ് ഒരു ക്രിസ്തീയ ജീവിതം. പ്രൈസ്. നമ്മളെന്ത് ചെയ്യും? കേട്ട് അകത്തോട്ട് കയറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വെളിയിറങ്ങിയിട്ട് ഇങ്ങനെ ആക്കി 2 തട്ട് തട്ടി കളഞ്ഞിട്ട് അങ്ങ് പോകും. അതാണ് കുറെ നാൾ കൊടുക്കുന്നത്. എന്ത് ചെയ്യും? അകത്തും 2 സൈഡിൽ കയറ്റി വെച്ചിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് വെള്ളം അകത്ത് കയറുമ്പോൾ കുളിക്കുമ്പോഴേ നമ്മൾ കളയും പോലെ കളഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. പക്ഷേ ഈ നാളുകളിൽ എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. പറഞ്ഞാട്ടെ, അടുത്തേക്ക് പറഞ്ഞത് സംഗ്രഹിക്കണം. ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? സംഗ്രഹിക്കണം. പറഞ്ഞാട്ടെ, സംഗ്രഹിക്കണം. സംഗ്രഹിച്ച് കഴിഞ്ഞാൽ അതാണ് പശു അയവിറക്കുന്നത് പോലെ. അത് ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ്. പശുവിനെ മാത്രം ചിന്തിച്ചാൽ മതി. ഒരു പുല്ല് തിന്നിട്ട് കളയല്ല, അതിനെ വേണ്ടതും വേണ്ടാത്തതിനേക്ക് എടുത്ത് കളഞ്ഞിട്ട് വേണ്ടതിനെ ചവച്ച് ഇറക്കി നന്നായി ദഹിപ്പിച്ച ആ പശു എങ്ങനെ വളർന്ന് പുഷ്ടിയുള്ളതായി മാറുന്നു, അതുപോലെ ഒരു വിശ്വാസിയും പശുക്കിടാവിനെ പോലെ തുള്ളിച്ചാടുന്ന ഒരു നിലവാരത്തിലായിത്തീരണമെങ്കിൽ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അത് ഹൃദയത്തിനകത്ത് സംഗ്രഹിച്ച് പിശാച് എടുത്തു കൊണ്ടുപോകാതെ, പറവകൾ എടുത്തു കൊണ്ടുപോകാതെ, ഇണയില്ല പിണകൾ കൂടി നശിപ്പിച്ച് കളയാതെ, അത് ചവിട്ടിക്കളയാതെ നിത്യജീവന്റെ അകത്ത് കയറാൻ പരിശുദ്ധാത്മാവെന്ന ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ആത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിത്യജീവന്റെ അകത്ത് ജീവമൊഴികള്, നിത്യജീവമൊഴികളാണ്. പത്രോസ് പറഞ്ഞു നിത്യജീവമൊഴികൾ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു ഈ മാംസം കഴിക്കുകയും ഈ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഉള്ളവർ പറഞ്ഞു ഇത് കഠിനമായ വാക്ക്, ഞങ്ങൾ പോകുന്നു. എല്ലാവരും പോയി. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പോകാൻ പറഞ്ഞു കർത്താവ്. അപ്പോൾ അവർ പറഞ്ഞു എങ്ങനെ ഞങ്ങൾ പോകും? ഇത് നിത്യജീവന്റെ മൊഴികളാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പോകുന്നവർ പോകട്ടെ. പോകുന്നവരുടെ ഹൃദയം കഠിനമാണ്. അവർക്ക് മാനസാന്തരത്തിന് താല്പര്യമില്ല, അവർക്ക് ജീവിക്കാൻ താല്പര്യമില്ല. അവർക്കിപ്പോൾ മസിലുണ്ട്, ജീവിക്കാൻ ബുദ്ധിയുണ്ട്, പണമുണ്ട്, ബന്ധങ്ങളുണ്ട്, ജോലിയുണ്ട്, ഇവിടെ അല്ലെങ്കിൽ വേറൊരു സഭയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളവരുണ്ട്. അവർ പോകട്ടെ. പക്ഷേ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ.
ആ വചനം സംഗ്രഹിച്ച് വെക്കണം. അടുത്തിന് പറഞ്ഞോളൂ ഒന്നുകൂടെ, വചനം സംഗ്രഹിക്കും കേട്ടോ. ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് പറയുക, പറഞ്ഞേ. നിങ്ങൾ അടുത്തിരിക്കുന്നത് ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് പറയുകയാണ്. അന്യോന്യം സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ സ്നേഹമുള്ളതുകൊണ്ട് പറയണം. നമുക്ക് അവിടെ ഒരുമിച്ച് കാണണം. പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. നമുക്ക് ഒരുമിച്ച് അവിടെ നിൽക്കണം. ഇന്ന് അടുത്തിരിക്കുന്ന നിങ്ങൾ അതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം അവിടെ നിൽക്കണം. അവിടെ നിൽക്കണം. ഹലോ, ഓർമ്മയുണ്ടോ? കണ്ടുപരിചയമുണ്ടോ? ഉണ്ട്, കൊള്ളാം, നമ്മൾ അടുത്തിരുന്നേല്ലേ അവിടെ എന്ന് പറയത്തക്ക രീതി നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോഴും പേര് വിളിക്കുമ്പോൾ നമ്മളെല്ലാം ഇവിടെ വന്നല്ലോ. ആ പാവപ്പെട്ട ഭാഷ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി പ്രസംഗിച്ചു, നമ്മൾ എന്തെല്ലാം പറഞ്ഞു. എന്നാലും ഇന്ന് ഗുണപ്പെട്ട് ഇവിടെ വന്നതിനായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലുള്ള എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ പ്രാപിക്കണം. അവസാനം അരിച്ചെടുക്കുമ്പോൾ 1 2 പേര് മാത്രം ആകരുത്. ഹല്ലേലൂയ. നീ പറയണം, വാശി വേണ്ടത് അതിനാണ്, സ്ഥാനമാനത്തിന് മൈക്കിന് വേണ്ടിയല്ല. വാശി വേണ്ടത് ഞാൻ ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതി കാണും, ഞാൻ അങ്ങ് കാണും, നിത്യതയിൽ കാണും. സ്റ്റേജില്ലെങ്കിലും മൈക്കില്ലെങ്കിലും പ്രസംഗിക്കാൻ അവസരമില്ലെങ്കിലും ശുശ്രൂഷയില്ലെങ്കിലും ലോകത്തിലെ ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങൾ ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും തള്ളിക്കളഞ്ഞാലും ഹല്ലേലൂയ, ഞാൻ നിത്യതയിൽ കാണും. നിത്യതയിൽ കാണുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം നിത്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക്. നമ്മുടെ ഈ വിശ്വാസ ജീവിതം, സ്ഥലവും വീടും കാറും കുറെ ദൂതുകളും കേട്ട് അമേരിക്ക പോകും, UK പോകും, USA പോകും, എവിടെ പോയിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി നീ ഉണ്ടായിരിക്കണം, നിത്യതയിൽ നീ ഉണ്ടായിരിക്കണം. ഇവിടുന്ന് ഓടി അമേരിക്ക പോകുന്ന അവിടെ വെള്ളം കുടിക്കാതെ ചാവും. കാരണം അവിടെ ഇതിനേക്കാളും കഷ്ടമാണ്. ഇവിടെ ഒന്നുമില്ലെങ്കിലും ബന്ധുക്കളെങ്കിലും നമ്മൾ കഞ്ഞിവെള്ളം തരും, ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയാൽ. അമേരിക്ക പോകണം, ഇവിടെ നിന്ന് ദൂത് കേട്ട് ആത്മാ നിറവലായി തലയെന്ന് തട്ടിലിടിച്ച് അവസാനം വിസയൊക്കെ ഒപ്പിച്ച് അവിടെ ചെന്ന് ഇന്ന് അവസാനം ബന്ധുക്കളുമില്ല, നാട്ടുകാരെ പരിചയമുള്ള ആരുമില്ല. സായിപ്പന്മാർ കണ്ട കറുത്ത വർഗ്ഗക്കാരെന്ന് പറഞ്ഞാൽ അടിച്ചോടിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? ഇന്ത്യക്കാരൻ എന്ത് പറയും? അടിച്ചുവിടും. അവസാനം ഒരു രക്ഷയില്ല. വല്ല പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലും ചെന്ന് കഷ്ടപ്പെട്ട് നിന്റെ ഇടപാട് ഊപ്പാടഞ്ഞും വന്ന് അവസാനം അവിടെയില്ല ഇവിടെയില്ല. അതാണ് അമേരിക്ക, UK എന്നൊക്കെ പറഞ്ഞ് കൈയടിച്ച് പ്രാപിച്ചുകൊണ്ട് പോകണവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. പക്ഷേ നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ വിഷൻ, എനിക്ക് നിത്യജീവൻ വേണം. അമേരിക്ക പോയില്ലെങ്കിലും UK പോയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം കർത്താവിൻ്റെ അടുക്കൽ എനിക്ക് പോകണം. ഹല്ലേലൂയ. നിത്യജീവൻ എനിക്ക് പ്രാപിക്കണം. എത്ര പേര് ആഗ്രഹമുണ്ട്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കാനാണോ ഇവിടെ വരുന്നത്? തലവേദന മാറാനാണോ? അടുത്തൊരു ചോദിക്കുക. നിത്യജീവൻ പ്രാപിക്കാൻ തന്നെയാണോ ഇവിടെ വരുന്നത്? അതോ മക്കളുടെ കല്യാണം നടത്താൻ വേണ്ടിയാണോ? മരിച്ചാൽ നല്ല അടക്ക സൗകര്യം. ഇവിടെ 5-6 ശവക്കോട്ട നമ്മൾ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ആൾക്കാർ വന്നു പറഞ്ഞ് ചോദിക്കുന്നത് മരിച്ചാൽ ഇവിടെ അടക്കുമെന്നാണ്. അവർ ചോദിച്ചാണ് ഞങ്ങൾ ശവക്കോട്ട വാങ്ങിച്ചത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അടക്ക ശുശ്രൂഷയ്ക്കല്ല, കല്യാണം നടത്തിക്കെട്ടാനുമല്ല, തലവേദന മാറുവാനുമല്ല ഈ സഭ വച്ചിരിക്കുന്നത്. നിങ്ങളെ നിത്യതയിലെത്തിക്കാൻ, നിങ്ങളെ നിത്യതയിലെത്തിക്കാൻ. ഹല്ലേലൂയ. നിത്യതയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ മാത്രം ചാടി എഴുന്നേറ്റാട്ടെ ദൈവസന്നിധിയിൽ. പ്രൈസ് ദി ലോർഡ്. നിത്യജീവ മൊഴികൾ കേട്ട് സംഗ്രഹിച്ച് കർത്താവിൻ്റെ നല്ല വേലക്കാരായി, നല്ല ദൈവ മക്കളായി തീരേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.